Good morning. Good morning, ma'am. Good morning, miss. Good morning, ma'am. Good morning. Good morning, ma'am. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. നമ്മള് തുടങ്ങാം കേട്ടോ. നമ്മുടെ ക്ലാസ് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ദിവസം എന്താണ് നമ്മൾ പഠിച്ചത്? പെരിറ്റോണിയം ഡയാലിസിസ് നമ്മൾ പഠിച്ചിരുന്നു. പിന്നെന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫീഡിങ് അല്ലെ? പെരിറ്റോണിയൽ ഡയാലിസിസ് പല ടൈപ്പുകളുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ? CAPD, CCPD, IPD ഇതൊക്കെ നിങ്ങൾ വായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. വായിച്ചു നോക്കണം. സെക്കൻഡ് ഷെഡ്യൂളും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ എക്സാം വരും കേട്ടോ. അപ്പൊ ബുദ്ധിമുട്ടാവരുത്. ഇപ്പോഴേ തന്നെ കിട്ടുന്ന സമയത്ത് നിങ്ങൾ വായിച്ച് പഠിച്ചു പോകാനായിട്ട് നോക്കണം കേട്ടോ. പിന്നെ നമ്മൾ എന്താണ് കണ്ടത്? CRRT എന്താണെന്ന് കണ്ടു അല്ലെ? കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അഥവാ മറ്റൊരു പേരെന്താണ്? ഹീമോ ഫിൽട്രേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കേട്ടോ. ഇത് നമുക്ക് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കാം. ശരി, ഞാനൊന്ന് ഓൺ മ്യൂട്ട് കൊടുക്കട്ടെ കേട്ടോ. നമ്മള് പിന്നീട് അഡ്വാൻറ്റേജ് ഓഫ് ബെനിഫിറ്റ്സ് അല്ലെ? അതായത് ഒരു ഡയാലിസിസ് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ പേഷ്യന്റിന് ലഭിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആ ഒരു പേഷ്യന്റ് ഫോളോ ചെയ്യേണ്ടത്, അങ്ങനെ കുറച്ച് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. അവിടെയാണ് കേട്ടോ. അവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഭാഗങ്ങൾ നോക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആഫ്റ്റർ ഇഫക്ട്സ് ആണ്. അതാണ് ആഫ്റ്റർ ഇഫക്ട്സ് കേട്ടോ. പാർശ്വഫലങ്ങളാണ്. അതായത് നമ്മളുടെ ഈ ഒരു ഡയാലിസിസ് ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള സൈഡ് ഇഫക്ട്സുകൾ ഉണ്ടാവാം അല്ലെ? പല വിധത്തിലുള്ള സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടാവാം. അത് ഓരോ രോഗിക്കും പലതരത്തിലായിരിക്കും. എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. പക്ഷെ കോമൺ ആയിട്ട് പൊതുവായിട്ട് കാണുന്ന ചില പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ്, അത് HDയുടെ എന്തൊക്കെയാണ്, PDയുടെ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. നോക്കി, ആഫ്റ്റർ ഇഫക്ട്സ് അഥവാ പാർശ്വഫലങ്ങൾ. Both kinds of dialysis come with side effects. രണ്ട് ഡയാലിസിസ്, ഹീമോഡയാലിസിസ് ആയാലും ശരി, പെരിറ്റോണിയൽ ഡയാലിസിസ് ആയാലും അതിന് അതിൻ്റെതായ ചില പാർശ്വഫലങ്ങളുണ്ട് അല്ലെ? It can also be difficult to tell surely whether its symptom is because of dialysis or the kidney failure that is also affecting the body. അപ്പോ ഈ വരുന്ന സൈഡ് ഇഫക്റ്റ്, പാർശ്വഫലങ്ങൾ എന്ന് പറയുന്നത് അത് ഡയാലിസിസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണോ അതോ ഇനി കിഡ്നി തകരാറ് മൂലം ഉണ്ടാവുന്നതാണോ എന്ന് നമുക്ക് പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെ? കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. രണ്ട് കാരണം കൊണ്ടും പല പാർശ്വഫലങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കാം. Some of the most common after effect that people tell of include. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഈ പറയുന്ന ഹീമോഡയാലിസിസിലെ പെരിറ്റോണിയൽ ഡയാലിസിസിലെ കുറച്ച് പാർശ്വഫലങ്ങൾ നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. താഴെ തന്നിരിക്കുന്നതിൽ ഹീമോഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റ് ഏതാണ്, അല്ലെങ്കിൽ PDയുടെ സൈഡ് ഇഫക്റ്റ് ഏതാണ് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പറയുന്നത് HD ആണ്. എന്താണ് HD എന്ന് പറഞ്ഞാല്? എന്താണ് HD? ഹീമോഡയാലിസിസ് കേട്ടോ. കുറേ ഷോർട്ട് ഫോംസുകൾ ഉണ്ട് ഇതിനകത്ത്, ഇതൊന്നും മാറിപ്പോകരുത്. ഫസ്റ്റ് എന്താണ്? ഹീമോഡയാലിസിസിന്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ്? കറക്റ്റ് ആണ് ജോബി. ഹീമോഡയാലിസിസ് ഒന്നാമത്തെ പോയിന്റ് എന്താണ്? സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലാർ ആക്സസ് ആയിട്ട്. കറക്റ്റ് ആണ് കേട്ടോ. സേഫ്നിസം ഹീമോഡയാലിസിസ്. PD എന്ന് പറഞ്ഞാൽ പെരിറ്റോണിയം ഡയാലിസിസ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇടയ്ക്ക് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അത് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ HDയുടെ സൈഡ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് സ്റ്റോപ്പേജ് ഇൻ യുവർ വാസ്കുലാർ ആക്സസ് ആയിട്ട് അഥവാ എൻട്രൻസ് പോയിന്റ്. നമുക്കറിയാം അല്ലെ, നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു സർജറി ചെയ്യും അല്ലെ? AV ഫിസ്റ്റുല ചെയ്യാനും AV ഗ്രാഫ്റ്റും കത്തീറ്ററും ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു വാസ്കുലർ ആക്സസ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഈ പറയുന്ന അതെന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലഡ് വെസലിന് നമ്മളൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുകയാണ് അല്ലെ? ബ്ലഡിനെ നമുക്ക് എടുക്കാനും തിരിച്ചു വിടാനും ഒക്കെ ആയിട്ട് ഒരു ഓപ്പണിംഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ വാസ്കുലർ ആക്സസ് സൈറ്റ് എന്ന് പറയുന്നത്.
അവിടെ ഉണ്ടാകുന്ന ബ്ലോക്കേജുകൾ ചിലപ്പോൾ എന്താണ് അവിടെ ഒരു ബ്ലോക്കേജ് വരാം. സ്റ്റോപ്പേജ് മീൻസ് ഇവിടെ ബ്ലോക്കേജ് ആണ് ഉദ്ദേശിക്കുന്നത്. പല ഇൻഫെക്ഷൻസ് മൂലം വേണ്ട രീതിയിൽ അത് ടേക്ക് കെയർ ചെയ്തില്ലാത്ത പക്ഷെ ചിലപ്പോൾ അവിടെ ഇൻഫെക്ഷൻസ് വരാം, അല്ലെങ്കിൽ അവിടുത്തെ ബ്ലഡ് വെസൽസ് ചിലപ്പോൾ നാരോ ആയി പോകാം. അപ്പൊ അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ വരും കേട്ടോ. അതൊരു സാധ്യത, അതൊരു കോമൺ ആയിട്ട് കണ്ടുവരുന്ന ചില സൈഡ് ഇഫക്റ്റുകളാണ് കേട്ടോ. അപ്പൊ ഒന്ന് സ്റ്റോപ്പേജ് ആണ്, അല്ലെങ്കിൽ ബ്ലോക്കേജ് എന്ന് പറഞ്ഞാലും മതി, ബ്ലോക്കേജിന്റെ വാസ്കുലർ ആക്സസ് ആയിട്ട്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? മസ്കുലാർ സ്പാസം, അതായത് പേശി വലിവ് എന്ന് പറയും. ഇതാണ് പേശി വലിവ്. സാധാരണ ഹീമോഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് എന്താണ് എന്ത് സംഭവിക്കാറുണ്ട്? പേശി വലിവ് അനുഭവപ്പെടാറുണ്ട് കേട്ടോ. മസ്കുലാർ സ്പാസം വേറൊരു പാർശ്വഫലമാണ്. പിന്നെ പറയുന്നത് ഹൈപ്പോ ടെൻഷൻ ആണ്. ഹൈപ്പർ അല്ല, ഹൈപ്പോ ആണ് കേട്ടോ. ഹൈപ്പോ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ആണ് കേട്ടോ. ഹൈപ്പോ ടെൻഷൻ അഥവാ ഹൈപ്പോ ടെൻഷൻ ബ്ലഡ് പ്രഷർ, അതെ, ലോ ബി പി ആണ് കേട്ടോ. ഇപ്പോഴും ഹൈപ്പോ എന്ന് കേൾക്കുമ്പോൾ ലോ ആണ്, ഹൈപ്പർ എന്ന് കേൾക്കുമ്പോൾ ഹൈ ആണ് കേട്ടോ. അത് എന്തിന്റെയാണ്? അങ്ങനെ തന്നെയാണ്. അപ്പൊ ഹൈപ്പോ ടെൻഷൻ ബ്ലഡ് പ്രഷർ, അതായത് ലോ ബി പി, ബ്ലഡ് പ്രഷർ താഴാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ എന്താണ് പറയുന്നത്? വീക്ക്നെസ്, ഡിസ്നെസ് ഓർ നോസിയ. എന്താണ് വീക്ക്നെസ് എന്ന് പറഞ്ഞാല്? തളർച്ചയാണ് അല്ലെ. പിന്നെ ഡിസ്നെസ് എന്താണ്? തലകറക്കം, തലകറക്കം. നോസിയ എന്ന് പറഞ്ഞാല് ഓക്കാനം, അല്ലെ, നമുക്കൊരു വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. ഇതെല്ലാം തന്നെ ഹീമോഡയാലിസിന്റെ ഒരു പാർശ്വഫലമായിട്ട് വരുന്നതാണ് കേട്ടോ. കറക്റ്റ് ആണ് കേട്ടോ. എല്ലാവരുടെ മെസ്സേജ് ഞാൻ കാണുന്നുണ്ട്. ശരിയാണ് കേട്ടോ. എന്താണ് വോയിസ് കട്ടാവുന്നുണ്ടോ? വോയിസിന് ഇഷ്യൂസ് വരുന്നുണ്ടോ? ഇല്ലല്ലോ. കുറച്ചും കൂടെ നെറ്റ്വർക്ക് ശ്രദ്ധയുള്ള സ്ഥലത്ത് പോയിരിക്കണം കേട്ടോ. നെറ്റ്വർക്കിന്റെ ഇതുകൊണ്ടായിരിക്കും. അപ്പൊ അത് പിന്നെ ലാസ്റ്റ് എന്താണ്? ബ്ലഡ് ലോസ് ആണ് അല്ലെ. ബ്ലഡ് ലോസ് എന്താണ്? രക്തം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യത. നമുക്കറിയാം ഹീമോഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒത്തിരി ബ്ലഡ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നുണ്ട്, അല്ലെ, വെളിയിലേക്ക് എടുത്തിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിൽ കുറച്ച് എമൗണ്ട് ബ്ലഡ് ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, നമ്മളത് ചെയ്യുന്നതിനേക്കാളും മുമ്പായിട്ട് ഈ ഒരു വാസ്കുലർ ആക്സസ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് മൈനർ സർജറി ഒക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ബ്ലഡ് ലോസ് ഉണ്ടാവാം. അതുപോലെ ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ആവശ്യമായിട്ട് വരും. അവിടെയും ചെറിയ അളവിലൊക്കെ ആയിട്ട് ബ്ലഡ് ലോസ് ആവാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായോ? അവരുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് കുറയാനുള്ളൊരു സാധ്യതയുണ്ട് കേട്ടോ. ഇതെല്ലാം തന്നെ എന്തിന്റെ സൈഡ് ഇഫക്റ്റുകളാണ്? ഹീമോഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റുകളാണ്, കോമൺ ആയിട്ട് കണ്ടുവരുന്ന സൈഡ് ഇഫക്റ്റ്. അത് ഓരോ രോഗിക്കും ഓരോ തരത്തിലായിരിക്കും കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എന്താണ് പറഞ്ഞത്? ബ്ലോക്കേജ് ഇൻ ദ വാസ്കുലർ ആക്സസ് സൈറ്റ് അല്ലെ. വാസ്കുലർ ആക്സസ് സൈറ്റ് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ ഉണ്ടാകുന്ന ബ്ലോക്കേജുകള്, പിന്നെ എന്താണ്? മസ്കുലാർ സ്പാസം അല്ലെ, പേശി വലിവ്. പിന്നെ ലോ ബ്ലഡ് പ്രഷർ അല്ലെ, ബ്ലഡ് പ്രഷർ കുറഞ്ഞു പോകാം. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഡിസ്നെസ്, അതുപോലെ വീക്ക്നെസ്, നോസിയ അല്ലെ, നമുക്ക് തളർച്ച അനുഭവപ്പെടുക, തലകറക്കം അനുഭവപ്പെടുക, അതുപോലെ തന്നെ നോസിയ, നമുക്ക് വോമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി. പിന്നെന്താണ്? ബ്ലഡ് ലോസ്. ഇത്രയും സൈഡ് ഇഫക്റ്റുകളാണ് കോമൺ ആയിട്ട് ഹീമോഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് കണ്ടുവരുന്നത്. പഠിച്ചു വെക്കണം കേട്ടോ, എളുപ്പമാണല്ലോ ഓർക്കാനായിട്ട്. ഓക്കെ. രണ്ടാമത്തത് പി ഡി. പി ഡി എന്താണ്? പെരിറ്റോണിയൽ ഡയാലിസിസ്. എന്താണ്? പെരിറ്റോണിയൽ ഡയാലിസിസ്. അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്? 2 പോയിന്റ് ഉള്ളൂ കേട്ടോ. ഒന്നാമത്തെ എന്താണ്? ഹെർണിയ അല്ലെ. ഹെർണിയാണ്. എന്താണ് ഹെർണിയ എന്നുള്ളത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. വീക്ക്നെസ് ഇൻ യുവർ അബ്ഡോമൻ മസിൽ ഓഫൻ പ്രസന്റിംഗ് ആസ് എ ലംപ് ഓർ സ്വാളൻ. അതായത് സാധാരണ നമ്മൾ അബ്ഡോമൻ മസിൽസ്, നമുക്കറിയാം പെരിറ്റോണിയൽ ഡയാലിസിസ് എങ്ങനെയാണ് ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്? നമ്മുടെ അബ്ഡോമന്റെ ഭാഗത്ത് ഒരു ഹോള് ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ നമ്മൾ കത്തീറ്റർ പ്രവേശിപ്പിച്ച് ഈ പറയുന്ന ലായനി നിറച്ചുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ അബ്ഡോമന്റെ ഭാഗത്തുള്ള മസിൽസ് ഒക്കെ വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ? അതിന് നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് അല്ലെ, ഒരു പ്രോസസ്സാണ്. അപ്പൊ അബ്ഡോമിന്റെ ഭാഗത്തുള്ള മസിൽസ് വീക്ക് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ വീക്ക് ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ എന്താണ് ആ ഒരു അബ്ഡോമൻ ലൈനിലേക്ക് ഒരു തടിപ്പ് പോലെ, മനസ്സിലായി? ലംബ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മുഴ പോലെ, മനസ്സിലായി? മുഴ പോലെ, അല്ലെങ്കിൽ അത് സ്വാളൻ ചെയ്തിട്ട്, അതായത് വീർത്ത പോലെ അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാകാം. അതിനെയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത്. ചിലപ്പോൾ കുടലിറക്കം എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട്.
കുടലിറക്കം എന്ന് പറയാറുണ്ട്. കാര്യം നമുക്ക് അത് ചിന്തിച്ചാൽ തന്നെ അറിയാം, കാരണം പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നത് തന്നെ അബ്ഡോമന്റെ ഭാഗത്താണ് അല്ലെ. അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഈ പറയുന്ന കത്തീറ്റർ പ്രവേശിപ്പിക്കുന്നുണ്ട്, അതിലൂടെ ഒത്തിരി ലായനി നമ്മൾ കയറ്റുന്നുണ്ട്, ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രോസസ് ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അബ്ഡോമൻ മസിൽസ് ഒക്കെ വീക്ക് ആവുകയും അവിടെ ഈ പറയുന്ന പോലെ ലംബ് പോലെ, അതായത് ഒരു മുഴ പോലെ അല്ലെങ്കിൽ ഒരു സ്വാളനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകാം. അതിനെയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഹെർണിയ കേട്ടിട്ടുണ്ടാവും അല്ലെ, പല ആളുകൾക്കും ഉള്ള ഒരു അസുഖമാണ് ഹെർണിയ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് വെയിറ്റ് ഗെയിൻ അല്ലെ, അതായത് അമിതഭാരം, ശരീരഭാരം വർദ്ധിക്കും. അതെങ്ങനെയാണ്? നമ്മൾ ഈ കത്തീറ്റർ പ്രവേശിപ്പിച്ചിട്ട് അതിനുള്ളിലൂടെ ഡയാലിസേറ്റ് എന്ന് പറയുന്ന ലായനി നമ്മൾ നിറയ്ക്കുന്നുണ്ട് അല്ലെ. ഈ ലായനി ഇങ്ങനെ കുറെ സമയം നമ്മൾ ലോങ്ങർ ആയിട്ട് ഇത് ഹോൾഡ് ചെയ്യുന്നു, പിന്നെ നമ്മളത് ഡ്രെയിൻ ചെയ്യുന്നു. അതിന്റെയൊക്കെ ഫലമായിട്ട് സ്വാഭാവികമായിട്ട് ഈ പേഷ്യന്റിന്റെ ശരീരഭാരം വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. കേട്ടല്ലോ. അപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്ട് എന്ന് പറയുന്നത് ഒന്ന് ഹെർണിയാണ്, രണ്ടാമത്തത് വെയിറ്റ് ഗെയിൻ. ആ രണ്ട് പോയിന്റ്സ് മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ഹെർണിയ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് HDD ആണോ PDD ആണോ എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. ഹെർണിയ ഈ പറയുന്ന അബ്ഡോമൻ മസിൽസിൽ വരുന്ന വീക്ക്നെസ് മൂലം അവിടെ ഉണ്ടാകുന്ന ഒരു സ്വാളൻ അല്ലെ, ഒരു തടിപ്പ്, അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു മുഴ, ഇതിനെയാണ് നമ്മൾ ഹെർണിയ എന്ന് പറയുന്നത്. അപ്പൊ ഇനി അതുപോലെ തന്നെ വെയിറ്റ് ലൂസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കും കേട്ടോ. അപ്പൊ രണ്ടെണ്ണത്തിന്റെ പാർശ്വഫലങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. HDയുടെ പാർശ്വഫലങ്ങൾ നമ്മൾ കണ്ടു, അതുപോലെ തന്നെ PDയുടെ അതുപോലെ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ സൈഡ് ഇഫക്റ്റുകൾ നമ്മൾ മനസ്സിലാക്കി. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി എന്താണ് അവിടെ പറയുന്നത്? ഈവൻ ദോ these after effects may sound terrifying, they should be compared to the risk that arise from continuing to live with the untreated kidney failure. ഇത് കാര്യം ഈ സൈഡ് ഇഫക്റ്റുകൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നുണ്ട് അല്ലെ. ഇത്രയും സൈഡ് ഇഫക്റ്റുകളൊക്കെ ഇതിനുണ്ടോ? പക്ഷെ ഉണ്ട്. എങ്കിൽ കൂടിയും എന്താണ്, നമ്മളൊരു വൃക്ക തകരാറ് വന്നിട്ട് അത് ചികിത്സിക്കാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഭയാനകമാണ്. മനസ്സിലായി? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ കൃത്യം അങ്ങനെ വൃക്ക തകരാറ് വന്ന് നമ്മൾ പ്രോപ്പറായിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യണം. കാര്യം നമ്മൾക്ക് ഇങ്ങനെ ആഫ്റ്റർ ഇഫക്റ്റുകൾ കേൾക്കുമ്പോൾ ഇത്രയും പാർശ്വഫലങ്ങളുണ്ടോ, എന്ത് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ തോന്നാം. പക്ഷെ നമ്മൾ ട്രീറ്റ് ചെയ്യാത്ത ഒരു അല്ലെങ്കിൽ വൃക്ക തകരാറ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതെല്ലാം വളരെ ചെറുതാണ് കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മള് ആ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, HDയുടെ പാർശ്വഫലം എന്താണെന്നും PDയുടെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കിയിരിക്കുകയാണ്. ഈ അടുത്ത ഭാഗത്തോട്ട് നമുക്ക് പോവാം. നെക്സ്റ്റ് വരുന്നതാണ് ഡയാലിസിസ് സെന്റർ. എന്താണ് ഡയാലിസിസ് സെന്റർ? എന്താണ് ഒരു ഡയാലിസിസ് സെന്റർ? പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അല്ലെ. അതായത് വൃക്ക തകരാറുള്ള രോഗികളെ ചികിത്സിക്കുന്ന ഒരു സ്ഥാപനം അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാം. ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ്. അതായത് അത് ഡയാലിസിസ് നടത്തുന്ന പ്ലേസ് ആണ് കേട്ടോ. ഇറ്റ് ഈസ് എ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് that treats the patients with renal failure അല്ലെ. വൃക്ക തകരാറുള്ള രോഗികളെ ചികിത്സിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മളോട് ചോദിക്കാം അല്ലെ, ദ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ദാറ്റ് ട്രീറ്റ്സ് ദ റീനൽ ഫെയിലിയർ പേഷ്യൻസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? ഡയാലിസിസ് അല്ലെ. അടുത്തത് എന്താണ്? Sometimes the patients with the normal renal functions also need hemodialysis like patients with some poisoning. അതായത് ചില പേഷ്യൻസ് ഇപ്പൊ നോർമൽ റീനൽ ഫംഗ്ഷൻ ഉള്ള ആളുകൾക്ക് പോലും ചില സന്ദർഭങ്ങളിൽ ഹീമോഡയാലിസിസ് ആവശ്യമായിട്ട് വന്നേക്കാം. അതെങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ്? ഇപ്പൊ ചില ആളുകള് എന്താണ്, ചിലപ്പോ എന്തെങ്കിലും ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് കഴിക്കോ അല്ലെങ്കിൽ പോയിസൺ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ അവരുടെ ശരീരത്തിനകത്തേക്ക് എത്തുന്ന അവസരങ്ങളിലൊക്കെ അതിന് മുമ്പ് വരെ അവർക്ക് യാതൊരു റീനൽ ഫെയിലിയറോ അല്ലെങ്കിൽ റീനൽ ഫംഗ്ഷൻസ് ഒക്കെ നോർമൽ ആയിരിക്കും അവരുടെ. പക്ഷെ ഏതെങ്കിലും സാഹചര്യത്തിൽ അവർ ടോക്സിക് ആയിട്ടുള്ള എന്തെങ്കിലും സബ്സ്റ്റൻസ് ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരാറുണ്ട്? ഹീമോഡയാലിസിസ് ചെയ്യേണ്ടി വരാറുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ. അടുത്തത്, the dialysis center may act either or both inpatients and outpatients relying on the medical facility type. എന്താണ് പറയുന്നത്? ഒരു ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത് അതൊരു ഇൻപേഷ്യന്റ് സർവീസ് ആയിട്ടും ഒരു ഔട്ട് പേഷ്യന്റ് സർവീസ് ആയിട്ടും എന്ത് ചെയ്യാറുണ്ട്? ആക്ട് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ പണ്ട് കാലത്താണെങ്കിൽ ഡയാലിസിസ് എന്ന് പറയുമ്പോൾ അതൊരു ഇൻപേഷ്യന്റ് സർവീസ് പോലെയായിരുന്നു.
അതായത് പേഷ്യൻസിന് അവിടെ പോകണം, അഡ്മിറ്റ് ആയി കിടക്കണം, ആ ഒരു ഷെഡ്യൂള് കംപ്ലീറ്റ് ആവുന്നത് വരെ അവർക്ക് അവിടെ ട്രീറ്റ്മെന്റിൽ ഇരിക്കേണ്ടതായിട്ട് വരും. പക്ഷെ ഇന്നത്തെ സാഹചര്യം അങ്ങനെയല്ല അല്ലെ. ഇന്ന് കുറെ കൂടെ എന്താണ് അഡ്വാൻസ്ഡ് ആയി, മെഡിക്കൽ ടെക്നോളജീസ് ഒക്കെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇന്നിപ്പോ ഒരു ഔട്ട് പേഷ്യന്റ് സർവീസസ് ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഡയാലിസിസ് സെന്ററുകൾ വഴിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത് ഒരു ഇൻ പേഷ്യന്റ് സർവീസ് ആയിട്ടും ഒരു ഔട്ട് പേഷ്യന്റ് സർവീസ് ആയിട്ടും ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അത് ഈ പറയുന്ന അവർ കൊടുക്കുന്ന മെഡിക്കൽ ഫെസിലിറ്റീസിന് അനുസരിച്ചുകൊണ്ട് കേട്ടോ. അതായത് ആൻഡ് മേ പ്രൊവൈഡ് ദ സെൽഫ് ഡയാലിസിസ് ട്രെയിനിങ് ആൻഡ് ഫോർ പെരിറ്റോണിയൽ ഡയാലിസിസ് ബിസൈഡ്സ് ടു ഹീമോഡയാലിസിസ്. ഒരു ഡയാലിസിസ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തും ഇങ്ങനെയുള്ള സർവീസും കൂടെ അവർ കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന സെൽഫ് ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ രോഗികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു പെരിറ്റോണിയൽ ഡയാലിസിസ് അത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കും. ഈ പറയുന്ന കത്തീറ്റർ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് മറ്റനുബന്ധ സാമഗ്രികളൊക്കെ ലഭ്യമാക്കുകയാണെങ്കിൽ രോഗികൾക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഡയാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തില് സെൽഫ് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ, അതുപോലെ ഹീമോ ഡയാലിസിസിന് പകരമായിട്ട് പെരിറ്റോണിയൽ ഡയാലിസിസ് നടത്താനുള്ള അത്തരം സേവനങ്ങളൊക്കെ ഏത് മുഖേന നമുക്ക് ലഭ്യമാണ്, ഡയാലിസിസ് സെന്ററുകൾ മുഖേന ലഭ്യമാണ്. മനസ്സിലായി? ഒന്നുമില്ല, എന്താണ് ഡയാലിസിസ് സെന്റർ എന്ന് മനസ്സിലാക്കി വെക്കാം. വൃക്ക രോഗികൾക്ക് ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് ഡയാലിസിസ് സെന്റർ എന്ന് പറയുന്നത്. ഒരു ഡയാലിസിസ് സെന്റർ ഇന്ന് ഇൻപേഷ്യന്റ് ആയിട്ടും ഔട്ട് പേഷ്യന്റ് സേവനങ്ങളുമായിട്ടും അല്ലെങ്കിൽ അത്തരം സർവീസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡയാലിസിസ് സെന്റർ. അതായത് ഇൻപേഷ്യന്റ് സർവീസും കൊടുക്കുന്നുണ്ട്, ഔട്ട് പേഷ്യന്റ് സർവീസും കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല രോഗികൾക്ക് അവർക്ക് സെൽഫ് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളും അവർക്ക് ഡയാലിസിസ് സെന്റർ മുഖേന ലഭ്യമാണ്. ക്ലിയർ ആണല്ലോ എന്താണ് ഒരു ഡയാലിസിസ് സെന്റർ എന്നുള്ളത്? അത്രയും നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളൂ കേട്ടോ. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, അടുത്തതാണ് ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്. ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ് എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെ. ഒരു ഡയാലിസിസ് ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് സെന്ററിലാവട്ടെ അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് റൂമിലായിക്കോട്ടെ എന്തെല്ലാം സൗകര്യങ്ങളാണ് അവിടെ ഉണ്ടായിരിക്കേണ്ടത്, അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്തൊക്കെയാണ്, മനസ്സിലായല്ലോ? അതാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ റിക്വയർമെന്റ്, എന്തെല്ലാം ഇൻഫ്രാസ്ട്രക്ചർ, എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് ഒരു ഡയാലിസിസ് ചെയ്യുന്ന റൂമിൽ അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് സെന്ററിനകത്ത് വേണ്ടത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് the dialysis area should be provided with air conditioning. എന്താണ്? The dialysis area should be provided വിത്ത് എയർ കണ്ടീഷനിങ്. അതായത് ഒരു ഡയാലിസിസ് ഏരിയ എന്ന് പറയുന്നത് എന്ത് കൊടുത്തിരിക്കണം, അവിടെ എയർ കണ്ടീഷനിങ് ലഭ്യമായിരിക്കും അല്ലെ. AC ലഭ്യമായിരിക്കണം ഒരു ഡയാലിസിസ് റൂമിനകത്ത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ ആ ഒരു ടെമ്പറേച്ചർ അതുപോലെ അവിടുത്തെ ഹൈജീൻ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് നൽകിയിരിക്കണം, ഒരു ഡയാലിസിസ് ഏരിയയില് എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. അതൊരു സൗകര്യമാണ്, അവർക്ക് ആവശ്യമുള്ള റിക്വയർ ആയിട്ടുള്ള ഒരു എന്താണ് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആണ്. മനസ്സിലായല്ലോ? അപ്പൊ അതാണ് ഫസ്റ്റത്തെ പോയിന്റ് കേട്ടോ. വേറൊന്നുമല്ല, ഡയാലിസിസ് ഏരിയ ദാറ്റ് ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് AC എയർ കണ്ടീഷനിങ് ലഭ്യമാക്കിയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആഡിക്വേറ്റ് ഏരിയ ടു പെർമിറ്റ് ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സണൽ and resuscitation equipment whenever needed. ഇവിടെ വായിക്കാം. Each machine should be at the center of adequate area to permit easy movement of the personnel and resuscitation equipment whenever needed. അതായത് ഈ പറയുന്ന ഡയാലിസിസ് റൂമിനകത്തുള്ള ഓരോ മെഷീൻസും ഓരോ മെഷീൻസും അവർക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് ഏകദേശം മധ്യഭാഗത്തായിട്ട് വേണം ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഓരോ മെഷീൻസും. എന്തുകൊണ്ടാണ് അങ്ങനെ മധ്യഭാഗത്തായിട്ട് ലൊക്കേറ്റ് ചെയ്യണം, പ്ലേസ് ചെയ്യണം എന്ന് പറയുന്നതിനുള്ള കാരണം എന്താണെന്ന് പറയുന്നത് ടു പെർമിറ്റ് ദ ഈസി മൂവ്മെന്റ് ഓഫ് പേഴ്സൺ. അവിടുത്തെ ജീവനക്കാര് ഈ പറയുന്ന ഡയാലിസിസ് ഒക്കെ പേഷ്യൻസിന് ചെയ്തു കൊടുക്കുന്ന ഈ പറയുന്ന ജീവനക്കാർ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഈസി ആയിട്ട് അവർക്ക് മൂവ് ചെയ്യാനും അതോടൊപ്പം തന്നെ എന്താണ് റീസസിറ്റേഷൻ എക്യുപ്മെന്റ് വെനെവർ നീഡഡ്. റീസസിറ്റേഷൻ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുജ്ജീവന മെഷീൻസുകളാണ്, എക്യുപ്മെന്റ്സ് ആണ്. നമുക്കറിയാം ഈ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ രോഗിയുടെ BP-യിൽ കാര്യമായ വാരിയേഷൻ വരാം അല്ലെ. ചിലപ്പോൾ BP ഷൂട്ട് ഔട്ട് ആവാം, BP കുറഞ്ഞു പോകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലൂയിഡ് ഇംബാലൻസ് വരാം, അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക ഹാർട്ട് ബീറ്റ് ചിലപ്പോൾ
കൂടുക കുറയുക അങ്ങനെയൊക്കെ പല അവസ്ഥകളും ഉണ്ടാവാം. അങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ എന്താണ് അവർക്കൊരു പുനരുജ്ജീവന അല്ലെങ്കിൽ റീസസിറ്റേഷൻ, അതായത് ഫസ്റ്റ് എയ്ഡ് പോലുള്ള റീസസിറ്റേഷൻ എക്യുപ്മെന്റ്സ് ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെ ആവശ്യമായിട്ടുള്ള സന്ദർഭം ഈ പറയുന്ന മെഷീൻസ് ഒക്കെ ദൂരെ വല്ലയിടത്തും കൊണ്ടുവച്ച് ശരിയാവും ഇല്ല. ഈ പറയുന്ന രോഗിക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന എല്ലാ മെഷീൻസും എന്താണ് ഈസി ആയിട്ട് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പാകത്തിന് എന്താണ് അത്രയും ആ ഒരു ലൊക്കേഷനിൽ വേണം അതിനെല്ലാം തന്നെ പ്ലേസ് ചെയ്യാനായിട്ട്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇതാണ് ഒന്നുകൂടെ പറയാണ്. ഈച്ച് മെഷീൻ ഷുഡ് ബി അറ്റ് ദ സെന്റർ ഓഫ് ആഡിക്വേറ്റ് ഏരിയ. അവർക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് ഒരു മധ്യഭാഗത്തായിട്ട് വേണം ഓരോ മെഷീൻസും അവിടെ സെറ്റ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ രോഗികൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്ക് ഈസി ആയിട്ട് അവർക്ക് കംഫർട്ടായിട്ട് മൂവ് ചെയ്യാനും അതുപോലെ രോഗിക്ക് ഏതെങ്കിലും ആവശ്യമായ സന്ദർഭങ്ങളിൽ പുനരുജ്ജീവന എക്യുപ്മെന്റ്സ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പാകത്തിന് അവർക്ക് അനുവദിച്ചിട്ടുള്ള സ്ഥലത്ത് മധ്യഭാഗത്തായിട്ടായിരിക്കണം ഓരോ മെഷീൻസും സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഓരോ പോയിന്റും ക്ലിയർ ചെയ്ത് പോണം കേട്ടോ. ശരി. മൂന്നാമത്തെ പോയിന്റ്, ദ ലേ ഔട്ട് മസ്റ്റ് ഹാവ് ഫെസിലിറ്റീസ് ഫോർ സേഫ് ഗാർഡിംഗ് എ പേഷ്യൻസ് പ്രൈവസി. എന്താണ്? ദ ലേ ഔട്ട് മസ്റ്റ് ഹാവ് ഫെസിലിറ്റീസ് ഫോർ സേഫ് ഗാർഡിംഗ് എ പേഷ്യൻസ് പ്രൈവസി. അതായത് രോഗിയുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്ന സൗകര്യങ്ങൾ എന്തിലുണ്ടായിരിക്കണം? ഡയാലിസിസ് റൂമിനകത്ത് ഉണ്ടായിരിക്കണം. ലേഔട്ട് എന്ന് വെച്ചാൽ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം കേട്ടോ. അതായത് വരുന്ന രോഗികൾക്ക് അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തണം അല്ലെ. അവരുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡയാലിസിസ് റൂമിനകത്ത് ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്തത് നാലാമത്തെ പോയിന്റ് ഐസോലേഷൻ റൂമാണ്. ഐസോലേഷൻ റൂം നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള വാക്കാണല്ലേ ഐസോലേഷൻ റൂം ഒക്കെ കോവിഡ് സമയത്തൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, അത് നമുക്ക് അറിയാവുന്നതാണ്. ഐസോലേഷൻ തന്നെ ഒറ്റപ്പെട്ട റൂം. ഐസോലേഷൻ റൂം എന്ന് പറഞ്ഞാൽ there should be a distinct areas for dialyzing patients with the conditions that need isolation. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഡിസൈറബിൾ, ആവശ്യമുള്ള പേഷ്യൻസിന് എല്ലാവർക്കും അല്ല. To guarantee the safety to patients and staff in the dialysis room. അതായത് ഒരു ഡയാലിസിസ് റൂമിനകത്ത് ഈ പറയുന്ന രോഗികളുടെയും മറ്റു ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പു നൽകുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള രോഗികൾക്ക്, പ്രത്യേകം പറയുന്നത് ഡിസേബിൾ പേഷ്യൻസ് ആണ് കേട്ടോ, ആവശ്യമുള്ള രോഗികൾക്ക് അല്ലെങ്കിൽ ഐസോലേഷൻ ആവശ്യമുള്ള രോഗികൾക്ക് അവർക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ട പ്രത്യേക ഒരു ഐസോലേഷൻ റൂം, പ്രത്യേക മേഖലകൾ അതിനകത്ത് ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന രോഗികളുടെ അതുപോലെ അവിടുത്തെ മറ്റു ജീവനക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. ഐസോലേറ്റ് ചെയ്യുന്ന പേഷ്യൻസിനെ ഐസോലേറ്റ് തന്നെ ചെയ്യണം. അല്ലാണ്ട് അവരെ എല്ലാവരുടെ കൂടി ഇരുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് കൂടുതൽ ഇൻഫെക്ഷൻസ് വരാം, അല്ലെങ്കിൽ അവരിൽ നിന്ന് മറ്റുള്ളവർക്ക് പല ഇൻഫെക്ഷൻസ് കിട്ടാം, അങ്ങനെയുള്ള സാധ്യതകളുണ്ട് അല്ലെ. അതുകൊണ്ട് പേഷ്യൻസിന്റെയും അതുപോലെ അവിടുത്തെ ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഐസോലേഷൻ ആവശ്യമുള്ള രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഐസോലേഷൻ മേഖലകളുണ്ട്, ഐസോലേഷൻ റൂം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഇനി അങ്ങനെ ഒരു ഐസോലേഷൻ റൂം വെറുതെ കൊടുത്താൽ മാത്രം പോരാ, ദിസ് ഏരിയ ഷുഡ് ഹാവ് എ ഫ്രീ വാട്ടർ സപ്ലൈ ആൻഡ് ഡ്രെയിനേജ് ഫെസിലിറ്റീസ്. അങ്ങനെയുള്ള ഒരു ഐസോലേഷൻ ഏരിയയില് എന്താണ് ഈ പറയുന്ന ജലവിതരണം അല്ലെ, ഫ്രീ വാട്ടർ സപ്ലൈ, സൗജന്യമായിട്ടുള്ള വാട്ടർ സപ്ലൈ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റ് ഡ്രെയിനേജ് ഫെസിലിറ്റീസും ഉണ്ടായിരിക്കണം. അല്ലെ, വേസ്റ്റും മാലിന്യങ്ങളൊക്കെ വരുമ്പോ അത് ഒഴുക്കി കളയാനുള്ള സൗകര്യങ്ങളും കൂടെ ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? അത്രയേ ഉള്ളൂ. ഐസോലേഷൻ റൂം എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഫിഫ്ത്ത് പോയിന്റ് പറയുന്നത് ദ ഡയാലിസിസ് സെന്റർ ഷാൾ എക്സിബിറ്റ് ആപ്റ്റ് സൈനേജ് വിച്ച് ഷാൾ ബി ഇൻ അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജസ്. അതായത് കുറഞ്ഞത് 2 ഭാഷയിലെങ്കിലും എന്താണ് ഉചിതമായിട്ടുള്ള സൂചനകൾ എവിടെ ഉണ്ടായിരിക്കണം? ഡയാലിസിസ് സെന്ററിൽ ഉണ്ടായിരിക്കണം. അതായത് ഒരു ഡയാലിസിസ് സെന്ററിനകത്ത് പേഷ്യൻസ് പാലിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ കൂടെ വരുന്ന സന്ദർശകര് അവരൊക്കെ പാലിക്കേണ്ടതായിട്ടുള്ള ചില നിബന്ധനകളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ കുറഞ്ഞത് ഒരു 2 ഭാഷയിലെങ്കിലും, ഇംഗ്ലീഷ് മലയാളം അങ്ങനെ ഏതെങ്കിലും 2 ഭാഷയിലെങ്കിലും എന്താണ് അവിടെ സൂചനകൾ നൽകിയിരിക്കണം. മനസ്സിലായല്ലോ? പല ആൾക്കാരായിരിക്കും വരുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അത്രയേ ഉള്ളൂ എന്തിന് വേണ്ടത്? ഇൻഫ്രാസ്ട്രക്ചറിൽ ആവശ്യമുള്ള കാര്യങ്ങൾ. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു ഡയാലിസിസ് ഏരിയ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് എയർ കണ്ടീഷനിങ് അല്ലെ. ഒരു ഡയാലിസിസ് ഏരിയയിൽ എയർ കണ്ടീഷനിങ് പ്രൊവൈഡ് ചെയ്തിരിക്കണം.
അതെന്തിനാണ്? അവിടുത്തെ ആ ഒരു ടെമ്പറേച്ചർ അതുപോലെ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് IC കൊടുത്തിരിക്കണം. രണ്ടാമത് നമ്മൾ പറഞ്ഞ പോയിട്ട് ഈ ഡയാലിസിസ് റൂമിനകത്തുള്ള ഓരോ എക്യുപ്മെന്റ്സും അവർക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്ത് മധ്യഭാഗത്തായിട്ട് വേണം പ്ലേസ് ചെയ്യാനായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ പേഷ്യന്റ് ഈ പറയുന്ന പേഴ്സണൽസ് അല്ലെ, അവിടുത്തെ സ്റ്റാഫുകൾക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പിന്നെ രോഗികൾക്ക് ആവശ്യമുള്ള സന്ദർഭത്തിൽ പുനരുജ്ജീവന എക്യുപ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അനുവദിക്കപ്പെട്ട സ്ഥലത്ത് ഒരു മധ്യഭാഗത്തായിട്ട് ഓരോ മെഷീൻസുകളും പ്ലേസ് ചെയ്തിരിക്കണം. മൂന്നാമത് നമ്മൾ പറഞ്ഞത് രോഗിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സുരക്ഷയല്ല, രോഗിയുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരു ഡയാലിസിസ് റൂമിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് ഐസൊലേഷൻ റൂമാണ് അല്ലെ. അത് രോഗിയുടെയും ഡയാലിസിസ് റൂമിലുള്ള മറ്റ് ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പ് നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന ഐസൊലേഷൻ ആവശ്യമുള്ള രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക മേഖലകൾ അനുവദിച്ചിരിക്കണം. ഇനി അങ്ങനെ ഒരു പ്രത്യേക മേഖല അവരുടെ അനുവദിച്ചാൽ മാത്രം പോരാ, അവിടെ സൗജന്യമായിട്ടുള്ള ഒരു ജല വിതരണവും അതുപോലെ ഡ്രെയിനേജ് ഫെസിലിറ്റീസ്, വേസ്റ്റ് മറ്റും ഉണ്ടാകാൻ അത് ഒഴുക്കി കളയാനുള്ള സൗകര്യങ്ങളും ആ ഒരു ഐസൊലേഷൻ റൂമിൽ ലഭ്യമാക്കിയിരിക്കണം. പിന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു ഡയാലിസിസ് സെന്ററിൽ കുറഞ്ഞത് 2 ഭാഷയിലെങ്കിലും ഉചിതമായിട്ടുള്ള സൂചനകൾ നൽകിയിരിക്കണം. അതായത് അവിടെ പാലിക്കേണ്ടതായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു, ചില പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അതെല്ലാം തന്നെ എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുറഞ്ഞത് 2 ഭാഷയിലെങ്കിലും പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. ക്ലിയർ ആണല്ലോ പറഞ്ഞ പോയിന്റ്സ്? ഇത്രയും കാര്യങ്ങളാണ് എന്താണ് റിക്വയർമെന്റ്സ് ആണ് അവരുടെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. എന്താണ്? ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. നമ്മുടെ ഭാഗത്തിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ വിലയിരുത്തേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇനി അതാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റും പഠിക്കുന്നത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്നും പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ദ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് വെരിഫൈ. എന്താണ് അവിടെ പറയുന്നത്? എ പേഷ്യന്റ് ആൻഡ് ഹിസ് ഓർ ഹെർ റെപ്രസെന്റേറ്റീവ് or relative has the following rights with regard to the dialysis center. Dialysis ആണ് കേട്ടോ. അവിടെ ഒരു ഡിയും വിട്ടുപോയിട്ടുണ്ട്. ഡയാലിസിസ് സെന്റർ, അതായത് ഈ പറയുന്ന ഡയാലിസിസ് സെന്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ രോഗികൾക്ക് മാത്രമല്ല കേട്ടോ, അവരുടെ റെപ്രസെന്റേറ്റീവ്സ് അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിനാവും, അവർക്കൊക്കെ എന്താണ് ചില റൈറ്റ്സ് ഉണ്ട്, ചില അവകാശങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ അവകാശങ്ങൾ? ഈ പറയുന്ന അവകാശങ്ങൾ ഉറപ്പുവരുത്തേണ്ട ചുമതല ആർക്കാണുള്ളത്? അതൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉറപ്പുവരുത്തേണ്ടത്. അപ്പൊ അവ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഒന്നാമത്തെ പോയിന്റ് 7 പോയിന്റ്സ് വെച്ചിട്ട് ഫസ്റ്റ് പോയിന്റ് സിംഗിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? പ്രൊവൈഡ് ample information about the nature, cause of illness, proposed investigations and care, expected results of treatment, likely complications. എന്താണ് പറയുന്നത്? അതായത് ഒരു രോഗിക്ക് അവരുടെ രോഗത്തിന്റെ നേച്ചർ എന്താണ്, അതുപോലെ തന്നെ കോസ് ഓഫ് ഇൽനെസ് അല്ലെ, രോഗ കാരണം എന്താണ്, അതുപോലെ പ്രപ്പോസൽ ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് കെയർ, അവർക്ക് ആ ഒരു രോഗാവസ്ഥയ്ക്ക് നിർദ്ദിഷ്ട ചികിത്സകൾ എന്തൊക്കെയാണ്, പരിചരണങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ എക്സ്പെക്ടഡ് റിസൾട്ട്സ് ഓഫ് ട്രീറ്റ്മെന്റ്, ഈ ഒരു ട്രീറ്റ്മെന്റിലൂടെ അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഫലങ്ങൾ അല്ലെ, അവർ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് എന്താണ്, പിന്നെ ലൈക്ലി കോംപ്ലിക്കേഷൻ. ഏതൊരു ട്രീറ്റ്മെന്റിനും അതിൻ്റെതായ ചില സങ്കീർണതകൾ ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ തന്നെ നേരത്തെ കണ്ടില്ലേ, HD ചെയ്യുമ്പോഴും PD ചെയ്യുമ്പോഴും ഒക്കെ എന്താണ് പലതരത്തിലുള്ള സൈഡ് ഇഫക്റ്റുകൾ ഉണ്ട് അല്ലെ, പാർശ്വഫലങ്ങളുണ്ട്. അപ്പൊ എല്ലാ ട്രീറ്റ്മെന്റിനും അതിൻ്റെതായ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഇവയെല്ലാത്തിനെയും പറ്റിയും എന്താണ് പേഷ്യന്റിന് ശരിയായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമായിരിക്കണം എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു റൈറ്റ് ഉണ്ട്, ഒരു അവകാശമുണ്ട്. അവരുടെ രോഗാവസ്ഥ എന്താണ്, ആ രോഗ കാരണം എന്താണ്, ഈ എന്ത് ട്രീറ്റ്മെന്റ് ആണ്, എന്ത് പരിചരണമാണ് ഡോക്ടർ അവർക്കായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത്, പിന്നെ ആ ഒരു ട്രീറ്റ്മെന്റിൽ നിന്നും അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഫലങ്ങൾ എന്താണ്, അതിന്റെ ഭാഗമായിട്ട് വരുന്ന കോംപ്ലിക്കേഷൻസ് എന്താണ്, എന്നുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും പേഷ്യന്റിന് ശരിയായിട്ടുള്ള അറിവുകൾ ലഭ്യമാക്കി. അത് ആരാണ് ഉറപ്പാക്കേണ്ടത്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് ഉറപ്പാക്കേണ്ടത്.
അല്ലെ? നമുക്കത് ഏത് രോഗികൾക്കും അവരുടെ രോഗത്തെ കുറിച്ച് അറിയാനുള്ള ഒരു അവകാശമുണ്ട്. എല്ലാ കാര്യങ്ങളും അറിയാനുള്ള അവകാശമുണ്ട്. അതെല്ലാം തന്നെ ലഭ്യമാക്കിയിരിക്കണം. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ക്ലിയർ ആണല്ലോ? പ്രൊവൈഡ് ദ ആംബിൾ ഇൻഫർമേഷൻ അബൌട്ട് ദ നേച്ചർ, കോസ് ഓഫ് ഇൽനെസ്, പ്രപ്പോസ്ഡ് ഇൻവെസ്റ്റിഗേഷൻസ് ആൻഡ് കെയർ, എക്സ്പെക്ടഡ് റിസൾട്ട്സ് ഓഫ് ട്രീറ്റ്മെന്റ്, ലൈക്ലി കോംപ്ലിക്കേഷൻസ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. സെക്കൻഡ് പോയിന്റ് പറയുന്നത് പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു നൈറ്റ് അല്ല കേട്ടോ, റൈറ്റ് ആണ്, നൈറ്റ് എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്, റൈറ്റ് ആണ്, അവകാശം. The patient has the right to know the bill, so expected cost of treatment should be discussed before the treatment. അതായത് രോഗിക്ക് ബില്ല് അറിയാനുള്ള അവകാശമുണ്ട്, അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്ക് മുമ്പായിട്ട് പ്രതീക്ഷിത ചെലവുകളെല്ലാം തന്നെ രോഗിയുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരിക്കും. രോഗിക്ക് അറിയാനല്ലേ അവർ ഉദ്ദേശിക്കുന്ന ട്രീറ്റ്മെന്റ് ഏകദേശം എത്ര എക്സ്പെൻസ് വരും എന്നുള്ള കാര്യങ്ങൾ അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? ആ ഒരു പേഷ്യന്റിന്. ല്ലോ അതാണ് രണ്ടാമത്തെ പോയിന്റ്. പേഷ്യന്റ് ഹാസ് ദ റൈറ്റ് ടു നോ ദ ബിൽ, ഇതറിയാനുള്ള അവകാശമുണ്ട്. സോ എക്സ്പെക്ടഡ് കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഷുഡ് ബി ഡിസ്കസ്ഡ് ബിഫോർ ദ ട്രീറ്റ്മെന്റ്. ചികിത്സ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ അവർ പ്രതീക്ഷിക്കുന്ന ചെലവ് എത്രയാണെന്ന് രോഗിയെ നിർബന്ധമായിട്ടും അറിയിച്ചിരിക്കണം. അങ്ങനെ അറിയാനുള്ള റൈറ്റ് പേഷ്യന്റിനുണ്ട് കേട്ടോ. അത് ഉറപ്പാക്കേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് ടു ഇൻഫോംഡ് കൺസെന്റ് പ്രയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്. എക്സാമ്പിൾ പറയുന്നത് സർജറിയാണ്. എന്താണ്? ടു ഇൻഫോംഡ് കൺസെന്റ് പ്രയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്. എന്താണ്? അതായത് ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ നിർദ്ദിഷ്ട പരിശോധനകൾക്ക് മുമ്പായിട്ട് രോഗിയുടെ അറിവോടെയുള്ള സമ്മതം ആവശ്യമാണ്. കൺസെന്റ് ആവശ്യമാണ് അല്ലെ? കൺസെന്റ് പ്രയർ ടു സ്പെസിഫിക് ടെസ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ്, അതായത് നിർദ്ദിഷ്ട പരിശോധനകൾ, ചികിത്സകൾ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ രോഗിയുടെ അറിവോടെയുള്ള സമ്മതം ആവശ്യമാണ്. എക്സാമ്പിൾ പറയുന്നത് സർജറി ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എന്തെങ്കിലും രോഗിയുടെ ഒരു കൺസെന്റ് ലെറ്റർ എഴുതി വാങ്ങും അല്ലെ? അത് പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമല്ല, ഈ പറയുന്ന ഡോക്ടേഴ്സിന്റെ കൂടെ ഒരു ലയബിലിറ്റി ആണ് അല്ലെ? അതിനൊരു കൺസെന്റ് എഴുതി വാങ്ങുക എന്നുള്ളത്. അവരുടെ കൺസെന്റ് ഇല്ലാതെ ഒരു ട്രീറ്റ്മെന്റും അവരിൽ ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. അതനുസരിച്ച് സമ്മതപത്രം എഴുതി വാങ്ങുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് ഫോർത്ത് പോയിന്റ് ടു സീക്ക് ദ സെക്കൻഡ് ഒപ്പീനിയൻ. ടു സീക്ക് ദ ശരിയാണ് കേട്ടോ, സാധ്യത നഫ്സിയൊക്കെ പറഞ്ഞ് ശരിയാണ്, സമ്മതപത്രം കേട്ടോ, കൺസെന്റ് ആവശ്യമാണ്. അടുത്ത പോയിന്റ് ഫോർത്ത് പോയിന്റ് ടു സീക്ക് ദ സെക്കൻഡ് ഒപ്പീനിയൻ ഫ്രം എ പ്രോപ്പർ ക്ലിനിഷ്യൻ ഓഫ് പേഷ്യൻസ് ചോയ്സ് വിത്ത് റെക്കോർഡ്സ് ആൻഡ് ഇൻഫർമേഷൻ ബി പ്രൊവൈഡഡ് ബൈ ട്രീറ്റിംഗ് ഹോസ്പിറ്റൽ. ഒന്നുകൂടെ വായിക്കാണ്. ടു സീക്ക് സെക്കൻഡ് ഒപ്പീനിയൻ from a proper clinician of patient's choice with the records and information being provided by treating hospitals. അതായത് സാധാരണയായിട്ട് ഒരു രോഗി തെരഞ്ഞെടുക്കുന്ന ക്ലിനിഷ്യനിൽ നിന്ന്, രോഗിയുടെ ഡോക്ടറിൽ നിന്നും എന്താണ് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടുന്നതിന്, രണ്ടാമതൊരു അഭിപ്രായം തേടുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകള്, അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ആ ഒരു ഹോസ്പിറ്റല് നൽകിയിരിക്കണം. ആർക്ക് നൽകിയിരിക്കണം? പേഷ്യന്റിന് നൽകിയിരിക്കണം. മനസ്സിലായോ പറഞ്ഞത്? അതായത് രോഗി തെരഞ്ഞെടുക്കുന്ന ആ ഒരു ക്ലിനിഷ്യനിൽ നിന്ന് രണ്ടാമതൊരു അഭിപ്രായം തേടുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകള്, അതുപോലെ തന്നെ റെക്കോർഡ്സുകൾ എല്ലാം തന്നെ ആ ഒരു ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റല് അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. നമ്മളിപ്പോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോയി ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്തു, നമ്മളത് ഓക്കെ കേട്ടു, പക്ഷെ നമ്മൾ കോംപ്ലിക്കേഷൻ ഉള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എപ്പോഴും തരുന്നത് നല്ലതായിരിക്കും. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ഒപ്പീനിയൻസ് എപ്പോഴും എടുക്കുന്നത് നല്ലതായിരിക്കും. അതിനനുസരിച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് ശരിയായിട്ടുള്ള പല തീരുമാനങ്ങളും എടുക്കാനായിട്ട് പറ്റും. അല്ലെ? ഒരു ഡോക്ടർ കണ്ടു, അയാൾ എന്നൊരു സജഷൻ കൊടുത്തു, നമ്മൾ അത് കേട്ട് അതിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എപ്പോഴും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ തേടുന്നത് നല്ലതായിരിക്കും. ഇവിടെ പറയുന്നത് എന്താണ്? രോഗിക്ക് ഒരു രണ്ടാമതൊരു അഭിപ്രായം തേടുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകളും അതുപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുക റെക്കോർഡ്സുകളും ആ ഒരു ഹോസ്പിറ്റല് അവർക്ക് കൊടുത്തിരിക്കണം. അത് രോഗിക്ക് ഇത് കിട്ടാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് തരില്ല എന്ന് പറയാൻ പറ്റില്ല. അവർക്ക് അങ്ങനെ ഒരു ഒപ്പീനിയൻ തേടണമെങ്കിൽ അവരുടെ റെക്കോർഡ്സും കാര്യങ്ങളും ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. മനസ്സിലായില്ല? ഓക്കെ. അടുത്തത് ടു കീപ്പ് പ്രൈവസി, അതുപോലെ തന്നെ ഹ്യൂമൻ ഡിഗ്നിറ്റി ഡ്യൂറിങ് ദി ട്രീറ്റ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് അല്ലെ? അതായത് ചികിത്സയ്ക്കിടെ രോഗിയുടെ സ്വകാര്യത, അല്ലെ, രോഗിയുടെ സ്വകാര്യത ഉറപ്പുവരുത്തണം.
ഹ്യൂമൻ ഡിഗ്നിറ്റി എന്ന് പറഞ്ഞ ഡിഗ്നിറ്റി എന്ന് വെച്ചാൽ മഹാത്മ്യം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ആ ഒരു രോഗിയുടെ സേഫ്റ്റി അല്ലെങ്കിൽ ആ ഒരു രോഗിയുടെ സ്വകാര്യത, അല്ലെ, അത് ഏത് ചികിത്സക്കിടെയും ആ രോഗിയുടെ സ്വകാര്യത ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തണം കേട്ടോ. പിന്നെ 6ാമത്തെ പോയിന്റ് പറയുന്നത് to non-discrimination about treatment and behavior on the basis of diseases like HIV. അതായത് HIV പോലെയുള്ള രോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ചികിത്സയിലായാലും പെരുമാറ്റത്തിലായാലും യാതൊരു വിധ വിവേചനവും ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അപ്പൊ വരുന്നത് ഒരു HIV പേഷ്യന്റ് ആണ്, ഒരു HIV പേഷ്യന്റ് ആണ് എന്ന് കരുതിയിട്ട് അവരുടെ ചികിത്സയിൽ എന്തെങ്കിലും വിവേചനം കാണിക്കാം, ചികിത്സയിൽ മാത്രമല്ല അവരോടുള്ള പെരുമാറ്റത്തിൽ എന്തെങ്കിലും വിവേചനം കാണിക്കാം, ഒന്നും തന്നെ ഒരു കാരണവശാലും ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അത് ഈ രോഗിയുടെ അടുത്തെന്ന് മാത്രമല്ല ഒരു രോഗിയുടെ അടുത്ത് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. മനസ്സിലായിട്ട് പ്രത്യേകം പറഞ്ഞു മാത്രം. HIV പോലെയുള്ള രോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ചികിത്സയിലും പെരുമാറ്റം കൂടെ പ്രധാനപ്പെട്ടതാണ്, അല്ലെ, അവരുടെ ചികിത്സയിലും പെരുമാറ്റത്തിലും യാതൊരു വിധത്തിലുള്ള വിവേചനവും ചെയ്യാനായിട്ട് പാടുള്ളതല്ല. അത് ഉറപ്പുവരുത്തേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് to try to find redressal in case of the grievance based on the services provided by the establishment. Redressal എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പരിഹാരമാണ് കേട്ടോ, പരിഹാരമാണ്. കേസ് ഓഫ് ഗ്രൈവൻസ് മീൻസ് പരാതികളാണ്. അതായത് ഈ സ്ഥാപനം നൽകുന്ന സേവനങ്ങളുടെ പരാതികളിലൊക്കെ പരിഹാരം കാണുക. ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ അവർ കൊടുക്കുന്ന സേവനങ്ങളിൽ ഏതെങ്കിലും തരത്തിലൊരു ഗ്രീവൻസസ് വരികയാണെങ്കിൽ, പരാതികൾ വരികയാണെങ്കിൽ അതിലൊക്കെ കൃത്യമായിട്ടുള്ള സൊല്യൂഷൻ കാണാം, അല്ലെ, അതിനുവേണ്ട കൃത്യമായിട്ടുള്ള പരിഹാരം കാണാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വെരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഷ്യന്റിന്റെ അവകാശങ്ങൾ കൂടിയാണ് അതിനകത്ത് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് വേറൊന്നുമല്ല, അതായത് രോഗിക്ക് അവരുടെ രോഗാവസ്ഥയെ കുറിച്ചും ആ രോഗ കാരണം, അവർക്ക് കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്താണ്, എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് എന്താണ്, അതിന്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചൊക്കെ അറിയാനുള്ള അവകാശം, അല്ലെങ്കിൽ അത്തരം വിവരങ്ങളെല്ലാം തന്നെ നമ്മുടെ രോഗിയെ പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ ബില്ല് അറിയാനുള്ള അവകാശം ഒരു രോഗിക്കുണ്ട്. ചികിത്സയ്ക്ക് മുമ്പായിട്ട് തന്നെ പ്രതീക്ഷിത ചെലവുകളൊക്കെ രോഗിയുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഏതൊരു നിർദ്ദിഷ്ട പരിശോധനകൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് രോഗിയുടെ അറിവോടെയുള്ളൊരു സമ്മതം ആവശ്യമാണ്. പിന്നെ രോഗിക്ക് അവർ തെരഞ്ഞെടുക്കുന്ന ഡോക്ടറിൽ നിന്നും ക്ലിനിഷ്യനിൽ നിന്നും രണ്ടാമതൊരു ഒപ്പീനിയൻ തേടേണ്ടി വന്ന, രണ്ടാമതൊരു അഭിപ്രായം തേടുന്നതിന് ആവശ്യമായിട്ടുള്ള രേഖകളും ഡോക്യുമെന്റ്സും റെക്കോർഡ്സുകളും എല്ലാം തന്നെ ആ ഒരു ഹോസ്പിറ്റലിൽ നിർബന്ധമായിട്ടും അവർക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ രോഗിയുടെ സ്വകാര്യത ഉറപ്പുവരുത്തണം ചികിത്സയുടെ. പിന്നെ HIV പോലെയുള്ള രോഗത്തിന്റെ അടിസ്ഥാനത്തിൽ അവരുടെ ചികിത്സയിലോ പെരുമാറ്റത്തിലോ യാതൊരു തരത്തിലുള്ള വിവേചനവും ചെയ്യാനായിട്ട് പാടുള്ളതല്ല. പിന്നെ ഈ ഒരു ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന സേവനങ്ങളില് വരുന്ന പരാതികളില് പരിഹാരം കാണുക. ഇത്രയും കാര്യങ്ങളാണ് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ടത്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? ഒരു പോയിന്റും ക്ലിയർ ചെയ്ത് പോകണം കേട്ടോ. കാര്യം ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അത്രയേ ഉള്ളൂ. എന്തായാലും എളുപ്പമാണ്, ഡിസ്ക്രിപ്റ്റീവ് ഒന്നും അല്ലല്ലോ. പോയിന്റ്സ് ഒന്നും ഇങ്ങനെ കാണാപ്പാടെ പഠിച്ചൊന്നും എഴുതാനൊന്നും വരില്ല. തന്നിരിക്കുന്ന പോയിന്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അത്രേ വേണ്ടൂ കേട്ടോ. അതുകൊണ്ടാണ് ക്ലിയർ ചെയ്ത് പോകണം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഭാഗം വരുന്നത് പേഷ്യൻസ് റെസ്പോൺസിബിലിറ്റീസ്. ഇനി ഇത്രയും നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് നമ്മൾ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെയാണ് കണ്ടത്. ഇനി പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? ഒരു രോഗിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ഒന്നാമത്തെ പോയിന്റ് സിമ്പിൾ ആണ് കേട്ടോ. പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ, അല്ലെ, അവർക്ക് വിവരങ്ങൾ നൽകുക. ആർക്ക് വിവരങ്ങൾ നൽകുക? അവര് കൺസൾട്ട് ചെയ്ത ഡോക്ടേഴ്സിനോട് അവരുടെ രോഗത്തെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെ. അപ്പൊ അത്തരം ഫാക്ടറാണ് റിലേറ്റഡ് ടു ഡിസീസ്, അല്ലെ. അവരുടെ രോഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടർക്ക് നൽകുക, അല്ലെ, ഇൻഫർമേഷൻസ് പാസ് ചെയ്യുക. രണ്ടാമത്തെ എന്താണ്? അസോസിയേറ്റ് വിത്ത് ഡോക്ടേഴ്സ് ഇൻ ദ കോഴ്സ് ഓഫ് എക്സാമിനേഷൻ, അതുപോലെ ട്രീറ്റ്മെന്റ്.
അല്ലെ? ഇപ്പൊ രോഗിയെ പരിശോധിക്കുന്ന സമയത്ത് അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്ന പരിശോധനകൾ അല്ലെ? അവരെ പരിശോധിക്കുന്ന സമയത്ത് ചികിത്സ ചെയ്യുന്ന സമയത്തൊക്കെ ഡോക്ടേഴ്സുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. അതൊരു പേഷ്യന്റിന്റെ ഉത്തരവാദിത്വമാണ് അല്ലെ? നമുക്ക് ചിലപ്പോ ചില ട്രീറ്റ്മെന്റുകളൊക്കെ എടുക്കുമ്പോൾ മാനസികമായിട്ട് നമുക്ക് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ചിലപ്പോൾ ശാരീരികമായിട്ട് നമുക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ആ ഒരു ദേഷ്യ വിഷമങ്ങളൊന്നും നമ്മുടെ ഡോക്ടേഴ്സിനോടോ അല്ലെങ്കിൽ നമ്മളെ പരിചരിക്കുന്ന ആൾക്കാരോട് കാണിച്ചിട്ട് കാര്യമില്ല അല്ലെ? അപ്പൊ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും അവരുടെ ചികിത്സയായാലും പരിശോധനയായാലും എല്ലാ സന്ദർഭങ്ങളിലും ഡോക്ടേഴ്സുമായിട്ട് ഇപ്പോഴും സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കണം കേട്ടോ. ഇതൊരു പേഷ്യന്റിന്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ. പിന്നെന്താണ്? അബൈഡ് ബൈ ഓൾ ഇൻസ്ട്രക്ഷൻസ്, എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും, അവർക്ക് ശുപാർശ ചെയ്യുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിക്കുക. അബൈഡ് എന്ന് വെച്ചാല് പാലിക്കുക എന്നാണ് കേട്ടോ അർത്ഥം. അതെ, ഒബേ ചെയ്യണം അല്ലെ, അനുസരിക്കുക. പിന്നെന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് അവരെ നമ്മൾ അനുസരിക്കണം? കാരണം നമ്മുടെ ആരോഗ്യം നന്നാവാൻ വേണ്ടിയിട്ടാണ് അവര് പ്രവർത്തിക്കുന്നത് അല്ലെ? അവര് തരുന്ന നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ എന്ത് ചെയ്തിരിക്കണം? പാലിച്ചിരിക്കണം. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത് പേ ഹോസ്പിറ്റൽസ് എഗ്രീഡ് ഫീസ് ഓൺ ടൈം. അതായത് കൃത്യസമയത്ത് തന്നെ ഈ പറയുന്ന എന്താണ് ഹോസ്പിറ്റൽ ഫീസുകളെല്ലാം തന്നെ അടയ്ക്കുക. അതൊരു പേഷ്യന്റിന്റെ ഉത്തരവാദിത്വമാണ് കേട്ടോ. പേ ഹോസ്പിറ്റൽസ് എഗ്രീഡ് ഫീസ് ഓൺ ടൈം. കൃത്യം കാര്യം നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടിരുന്നു, ചികിത്സയ്ക്ക് മുമ്പായിട്ട് തന്നെ ഒരു എന്താണ് പ്രതീക്ഷിത ചെലവുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചികിത്സയുടെ ഭാഗമായിട്ട് വരുന്ന എല്ലാ ഫീസുകളും കൃത്യമായിട്ട് പേ ചെയ്യാനായിട്ട് ഒരു പേഷ്യന്റ് റെസ്പോൺസിബിൾ ആണ്. അടുത്ത പോയിന്റ്, റെസ്പെക്ട് ദ നൊബിലിറ്റി ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് അതർ ഹോസ്പിറ്റൽ സ്റ്റാഫ്. അതായത് ഡോക്ടേഴ്സിന്റെയും മറ്റ് ജീവനക്കാരുടെയും നൊബിലിറ്റി റെസ്പെക്ട് ചെയ്യും. നൊബിലിറ്റി എന്നൊക്കെ പറഞ്ഞാല് എന്താ പറയാ, ഇപ്പൊ അവരുടെ ഒരു പ്രൊഫഷണാലിസം, അവരുടെ കുലീനത ഒക്കെ നമ്മൾ പറയുന്നത്. ഇപ്പൊ ഡോക്ടേഴ്സ് ജീവനക്കാര് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ആ ഒരു ജോലിക്ക് അതിൻ്റെതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട് അല്ലെ, ഒരു നൊബിലിറ്റി ഉണ്ട്. ആ ഒരു നൊബിലിറ്റിനെ എപ്പോഴും ഒരു പേഷ്യൻസ് എന്ത് ചെയ്തിരിക്കണം? റെസ്പെക്ട് ചെയ്തിരിക്കണം കേട്ടോ, ബഹുമാനിച്ചിരിക്കണം. അങ്ങനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് അവരുമായിട്ട് സഹകരിച്ച് വേണം നമ്മൾ പ്രവർത്തിക്കാനായിട്ട്. സിമ്പിൾ അല്ലേ ഈ പറയുന്നത്, കൂടുതലൊന്നും ചിന്തിക്കാനില്ല. പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഫസ്റ്റ് നമ്മൾ പറയുന്നത് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിസീസ് അല്ലെ, രോഗാവസ്ഥയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടറായിട്ട് കൃത്യമായിട്ട് അതിനുവേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കുക അല്ലെ, പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ പരിശോധനാ സമയത്തും ചികിത്സയ്ക്കിടയിലും ഈ പറയുന്ന ഡോക്ടേഴ്സുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക. പിന്നെ ഡോക്ടർ നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് പാലിക്കുക. പിന്നെ ഈ പറയുന്ന ചികിത്സയുടെ ഭാഗമായിട്ട് വരുന്ന ഫീസുകൾ കാര്യങ്ങളൊക്കെ ഓൺ ടൈം ആയിട്ട് കൃത്യസമയത്ത് തന്നെ പേ ചെയ്യുക. പിന്നെ ഡോക്ടേഴ്സിന്റെയും മറ്റു ജീവനക്കാരുടെയും നൊബിലിറ്റിയെ മാനിക്കുക അല്ലെ, അവരുടെ ആ ഒരു നൊബിലിറ്റിനെ എപ്പോഴും എന്താണ് ഒരു പേഷ്യന്റ് റെസ്പെക്ട് ചെയ്തിരിക്കും. ഇത്രയൊക്കെയാണ് ഒരു പേഷ്യന്റിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന റെസ്പോൺസിബിലിറ്റീസ്. അതിപ്പോ ഒരു ഡയാലിസിസ് പേഷ്യന്റിന്റെ കാര്യം മാത്രമല്ല കേട്ടോ, എല്ലാ പേഷ്യൻസിനും ഒരുപോലെ ബാധകമായിട്ടുള്ള കാര്യമാണ്. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ഇത് ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ, കാരണം ചില പോയിന്റ്സുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും എനിക്ക് മനസ്സിലാക്കി തരാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ശ്രദ്ധിക്കാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഡയാലിസിസ് കോർഡിനേറ്റർ. ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ റെസ്പോൺസിബിലിറ്റി കണ്ടു, പേഷ്യന്റിന്റെ റെസ്പോൺസിബിലിറ്റി കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഡയാലിസിസ് കോർഡിനേറ്ററുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്. ആരാണ് ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ? ഡോക്ടർ ഒന്നും അല്ലാട്ടോ, BSc അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ചെയ്തിട്ടുള്ള ആളുകളാണ് കേട്ടോ. അവരാണ് ആ ഒരു ഡയാലിസിസ് സെന്ററിലെ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഓവറോൾ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഡയാലിസിസ് കോർഡിനേറ്റർ. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആർക്ക് ഉത്തരവാദിത്തമാണെന്ന് ചോദിച്ചാൽ അറിയണം കേട്ടോ. ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തമാണ് പഠിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക കേട്ടോ, ഒരു പോയിന്റ് ഒന്ന് ക്ലിയർ ചെയ്ത് പോവാം. ഫസ്റ്റ് പോയിന്റ്, make sure that the clinical team provides the highest level of care to the patients by taking care of their safety, comfort and well-being. സിമ്പിൾ ആണ്. എന്താണ്? അതായത് ഒരു രോഗിയുടെ സേഫ്റ്റി അല്ലെ, ഒരു രോഗിയുടെ സുരക്ഷ, അതുപോലെ അവരുടെ കംഫർട്ട്, അവരുടെ വെൽബീയിങ് അല്ലെ, അവരുടെ ക്ഷേമമെല്ലാം പരിഗണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം ഈ പറയുന്ന ക്ലിനിക്കൽ ടീം കൊടുക്കുന്നുണ്ടോ എന്ന് ആരും ഉറപ്പുവരുത്തണം?
ഡയാലിസിസ് കോർഡിനേറ്റർ ഉറപ്പുവരുത്തണം. മനസ്സിലായോ? ഈ പറയുന്ന രോഗികൾക്ക് അവരുടെ സുരക്ഷ, അവരുടെ കംഫർട്ട്, അതോടൊപ്പം തന്നെ അവരുടെ ക്ഷേമം എന്നിവയെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു ഉയർന്ന നിലവാരമുള്ള പരിചരണം ക്ലിനിക്കൽ ടീം അവർക്ക് നൽകുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ ആണ്. മനസ്സിലായല്ലോ? അതാണ് പോയിന്റ്. മേക്ക് ഷുവർ ദാറ്റ് ദ ക്ലിനിക്കൽ ടീം പ്രൊവൈഡ്സ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് കെയർ ടു ദ പേഷ്യൻസ് ബൈ ടേക്കിംഗ് കെയർ ഓഫ് ദെയർ സേഫ്റ്റി, കംഫർട്ട് ആൻഡ് വെൽബീയിങ്. ഓക്കെ, സെക്കൻഡ് പോയിന്റ് പറയുന്നത് examines and solves the problems that fall outside of the domain of the nurse, clinician concerning patient care and management and associate with the other departments and care providers. എന്താണ് അവിടെ പറയുന്നത്? അതായത് ഇപ്പൊ രോഗിയുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ജീവനക്കാരുണ്ടാവും അല്ലെ ഡയാലിസിസ് സെന്ററിനകത്ത്. അതിനകത്ത് നേഴ്സ് വരും, ക്ലിനിഷ്യൻ വരും. ക്ലിനിഷ്യൻ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് ആണ്. അതുപോലെ തന്നെ കൺസേണിങ് പേഷ്യന്റ് കെയർ അല്ലെ, പേഷ്യന്റിന്റെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ടാവും. ഡയാലിസിസ് ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും, നഴ്സിംഗ് സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരിക്കും, സോഷ്യൽ വർക്കർ ഉണ്ടാവും, ഡയറ്റീഷ്യന്മാരുണ്ടാവും. ഇവരൊക്കെ എന്താണ് ആ ഒരു രോഗിയുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ് അല്ലെ. പിന്നെന്താണ് ആൻഡ് മാനേജ്മെന്റ്, ഒപ്പം എന്താണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റും ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെയൊക്കെ ആ ഒരു തലങ്ങളിലൊക്കെ വരുന്ന പ്രശ്നങ്ങൾ അല്ലെ, അവിടെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കൃത്യമായിട്ട് വിലയിരുത്തുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുക. മനസ്സിലായല്ലോ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് രോഗിയുടെ ഒരു ട്രീറ്റ്മെന്റുമായിട്ട് പരിചരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞ നഴ്സുമാരുണ്ടാവും, അവരുടെ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, മറ്റ് കൺസേണിങ് എന്താ പറയുക ജീവനക്കാര് ഉണ്ടാവും, പിന്നെ മാനേജ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തി അതിന് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യുക. പിന്നെ എന്താണ് പറയുന്നത്? ആൻഡ് അസോസിയേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് കെയർ പ്രൊവൈഡേഴ്സ്. അതോടൊപ്പം തന്നെ ഡയാലിസിസ് സെന്റർ എന്നതിലും അതിന് മാത്രം ഒതുങ്ങാതെ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടും മറ്റു പല കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് സഹകരിച്ച് പ്രവർത്തിക്കുക. ഇതൊക്കെ ആര് ചെയ്യേണ്ട കാര്യമാണ്? ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ ചെയ്യേണ്ട കാര്യമാണ് അല്ലെ. ഇപ്പൊ ഈ ഒരു ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന്റ് എന്ന് പറയുമ്പോൾ അയാൾക്ക് വൃക്കസംബന്ധമായിട്ടുള്ള തകരാറ് മാത്രമല്ല, പല ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരാം അല്ലെ. അപ്പൊ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ക്ലിയർ ആണല്ലോ സെക്കൻഡ് പോയിന്റ്? മനസ്സിലായില്ലേ? അതായത് രോഗിയുടെ പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട നഴ്സുമാര്, ക്ലിനീഷ്യൻസ് അതായത് ഡോക്ടേഴ്സ്, മറ്റു പല കൺസേണിങ് പേഷ്യന്റ് കെയർ അല്ലെ, അവർക്ക് പരിചരണം കൊടുക്കുന്ന മറ്റു ജീവനക്കാര്, അതുപോലെ മാനേജ്മെന്റ്, അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തി അതിന് വേണ്ട പരിഹാരം കാണുക. അതുപോലെ തന്നെ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളും കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. ഇതിനവരൊക്കെ ആയിട്ട് സഹകരിച്ച് പ്രവർത്തിക്കണേ രോഗിക്ക് നല്ലൊരു പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഗ്യാദർ, ആക്സസ്, സ്ക്രീൻസ് and response to a wide range of requests for the information from patients and other staff who represent the different levels of the organization. ഇങ്ങനെ നീട്ടി വലിച്ച് പരത്തിയൊക്കെ എഴുതി വെച്ചേക്കാണ്. ഇതിനകത്തുള്ള കണ്ടന്റ് വളരെ സിമ്പിൾ ആണ് കേട്ടോ. കുറെ ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് അതിനൊരു എന്താ എഴുതി വെച്ചേക്കുന്നതെന്ന് തോന്നും. സിമ്പിൾ ആണ് കേട്ടോ. അതിനകത്ത് കണ്ടന്റ് വളരെ സിമ്പിൾ ആണ്. മനസ്സിലാക്കാം. ഗ്യാദർ, ആക്സസ്, screens and response to a wide range of requests for the information from patients and other staff who represent the different levels of the organization. അതായത് ഇവിടുത്തെ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഹോസ്പിറ്റലിലെ ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റിലെ വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാര്, അതുപോലെ തന്നെ പേഷ്യൻസ്, അവരിൽ നിന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ ശേഖരിക്കുക, അതിനെ കൃത്യമായിട്ട് വിലയിരുത്തുക, അതുപോലെ തന്നെ അത് മോണിറ്റർ ചെയ്യുക, ഓരോ വിവിധ വിവരങ്ങൾക്കനുസരിച്ച് കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ, ഇപ്പൊ ഇവിടെ നമ്മുടെ ഒരു ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. ഒരു ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റില് വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ മറ്റേ ഡയറക്ടറി പറഞ്ഞപ്പോ അതിനൊരു സ്റ്റാഫിംഗ് കണ്ടില്ലേ? ഓരോ തലങ്ങളിൽ ഓരോരോ ജീവനക്കാർ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഡയാലിസിസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവിടെ മെഡിക്കൽ സൂപ്രണ്ട് ഉണ്ടാകും, നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ടായിരിക്കും, റീനൽ നഴ്സുമാരുണ്ടായിരിക്കും, ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും, ഡയാലിസിസ് ടെക്നീഷ്യൻസ് ഉണ്ടായിരിക്കും, ഡയറ്റീഷ്യന്മാരുണ്ടായിരിക്കും, സോഷ്യൽ വർക്കേഴ്സ്. അങ്ങനെ ആ ഒരു സ്റ്റാഫിംഗിൽ തന്നെ വ്യത്യസ്ത തലങ്ങളിലായിട്ട് പല പല ജീവനക്കാരുണ്ടാവും അല്ലെ. അത്തരം ജീവനക്കാരിൽ നിന്നും അതുപോലെ ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്ന പേഷ്യൻസിൽ നിന്നുമുള്ള എല്ലാ വിവരവും ശേഖരിക്കുക, ഗ്യാദർ ചെയ്യുക അല്ലെ, ശേഖരിക്കുക, അത് ആക്സസ് ചെയ്യുക, അതായത് വിലയിരുത്തുക. സ്ക്രീൻസ് ആൻഡ് റെസ്പോൺസ്, അതായത് സ്ക്രീൻ ചെയ്യാന്ന് വെച്ചാൽ കൃത്യമായിട്ട് കാര്യങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ട് റെസ്പോണ്ട് ചെയ്യുക അല്ലെ. അത് നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ച് കൃത്യമായിട്ട് പ്രതികരിക്കുക. ഇതെല്ലാം ആര് ചെയ്യേണ്ടതാണ്? ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ ചെയ്യേണ്ടതാണ്.
ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ക്ലിയർ അല്ലേ? ഓരോ പോയിന്റ് ക്ലിയർ ആക്കി പോണോട്ടാ. ശരി, ഓക്കെ അല്ലേ? ശരി, ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് helps in the development and implementation of the discharge plans, including apt community services. എന്താണ്? helps in the development and implementation of the discharge plans, including apt community services. ആപ്റ്റ് എന്ന് വെച്ചാൽ അപ്രോപ്രിയേറ്റഡ്, അതായത് അനുയോജ്യമായിട്ടുള്ള കമ്മ്യൂണിറ്റി സേവനങ്ങൾ ഉൾപ്പെടുന്ന ഡിസ്ചാർജ് പ്ലാനുകൾ തയ്യാറാക്കുന്നതിനും അല്ലെ വികസിപ്പിക്കുന്നതിനും അതുപോലെ നടപ്പിലാക്കുന്നതിനും സഹായിക്കുക. എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഒരു രോഗിയെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യാണ് അല്ലെ. ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അവരുടെ ട്രീറ്റ്മെന്റ് അവസാനിക്കുന്നുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇല്ല അല്ലെ. പ്രത്യേകിച്ച് ഡയാലിസിസ് ഒക്കെ ചെയ്യുന്ന പേഷ്യൻസിനെ സംബന്ധിച്ചാണെങ്കിൽ അവര് ഒന്ന് ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരെ ഡിസ്ചാർജ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നതിന് ശേഷം അവർക്ക് പല എന്താ പറയാ ഹെൽത്ത് കെയർ ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിറ്റി സർവീസസ്. അതായത് ഒരു ഫോളോ അപ്പ്. കമ്മ്യൂണിറ്റി സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന സോഷ്യൽ വർക്ക് അതൊക്കെ കമ്മ്യൂണിറ്റി സർവീസ് ആണ്. അതായത് ഈ പറയുന്ന ഇപ്പൊ ഒരു ഡയാലിസിസ് ചെയ്ത് കഴിയുന്ന ഒരു പേഷ്യന്റ് അവരെ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ അവർക്ക് ചിലപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള അവരെ ഫ്രീ ആയിട്ട് അവരെ ട്രാൻസ്പോർട്ട് ചെയ്ത് അവരെ വീട്ടിലേക്ക് എത്തിക്കാം. ഇതൊരു കമ്മ്യൂണിറ്റി സർവീസ് ആണ് അല്ലെ. ഇനി അവരെ വീട്ടിൽ എത്തിച്ചാൽ തന്നെ അവരെ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു നഴ്സ് അങ്ങനെയുള്ള സൗകര്യങ്ങൾ അവരുടെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ അവൈലബിൾ ആക്കി കൊടുക്കുക. അതൊക്കെ അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന ചില കമ്മ്യൂണിറ്റി സർവീസ് ആണ്. അത്തരത്തിലെ കമ്മ്യൂണിറ്റി സർവീസുകൾ ഉൾപ്പെടുന്ന തരത്തില് ഡിസ്ചാർജ് പ്ലാനുകൾ തയ്യാറാക്കുക, അത് കൃത്യമായിട്ട് നടപ്പിലാക്കാനൊക്കെയായിട്ട് സഹായിക്കുക. ഇതാരുടെ ഉത്തരവാദിത്തമാണ്? അത് നേരത്തെ പറഞ്ഞ ശരി പാലിയേറ്റീവ് അല്ലെ. അതൊക്കെ ഒരു കമ്മ്യൂണിറ്റി സർവീസ് ആണ്. കാര്യം രോഗി ട്രീറ്റ്മെന്റ് എടുത്ത് പുറത്തു പോയി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഒരു പാലിയേറ്റീവ് കെയർ, ഒരു റീഹാബിലിറ്റേഷൻ ആവശ്യം വരും, അല്ലെങ്കിൽ ചില സോഷ്യൽ വർക്കേഴ്സിന് സപ്പോർട്ട് അവർക്ക് ആവശ്യം വരും. ഇതൊക്കെ കമ്മ്യൂണിറ്റി സർവീസ് ആണ്. അത് ഉൾപ്പെടുന്ന തരത്തില് ഡിസ്ചാർജ് പ്ലാനുകൾ തയ്യാറാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളത് ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അസിസ്റ്റ് വിത്ത് ദ ഇൻഷുറൻസ് ഇഷ്യൂസ് റിക്വയർഡ് ടു ഗെറ്റ് ദ ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസസ് ത്രൂ കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ ഫെസിലിറ്റീസ് വെരിഫിക്കേഷൻ പ്രോസസ്. ഇവിടെ വായിക്കാണ് assist with the insurance issues required to get the outpatient dialysis services through communication with the facilities verification process. ഇത് വന്നിട്ട് ഔട്ട് പേഷ്യന്റ് ഡയാലിസിസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചില പേഷ്യൻസ് ഇൻപേഷ്യന്റ് ആയിട്ട് വന്നിട്ടല്ല ട്രീറ്റ്മെന്റ് എടുക്കുക, ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സേവനങ്ങൾ ആവശ്യമായിട്ട് വന്നേക്കാം ചില രോഗികൾ. അപ്പൊ അത്തരം രോഗികൾ ഒരു ഔട്ട് പേഷ്യന്റ് സേവനത്തിനായിട്ട് വരുന്ന സമയത്ത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഫെസിലിറ്റീസ് അല്ലെ, അവർക്ക് കൊടുക്കേണ്ട സൗകര്യങ്ങൾ നമ്മൾ വെരിഫൈ ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് രോഗിക്ക് ചില ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അവർക്ക് ഇപ്പൊ ഇന്ന ഫെസിലിറ്റീസിന് ഇത്ര രൂപ വരെ അവർക്ക് ഇൻഷുറൻസിലൂടെ അവർക്ക് ലഭ്യമായിരിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഇൻഷുറൻസ് പ്രശ്നങ്ങളെയൊക്കെ കൃത്യമായിട്ട് ഇൻഷുറൻസ് പ്രശ്നങ്ങളിലൊക്കെ സഹായം കൊടുക്കുക. മനസ്സിലായല്ലോ? അതായത് ഒരു പേഷ്യന്റിന് ഒരു ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സേവനം ആവശ്യമായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് വന്നിരിക്കട്ടെ. അപ്പോൾ അവർക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ഫെസിലിറ്റീസ് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? വെരിഫൈ ചെയ്യുന്നതായിട്ട് വരും. എന്തെല്ലാം ഫെസിലിറ്റീസ് അവർക്ക് കൊടുക്കണം എന്ന കാര്യങ്ങൾ വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഈ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. ചില കാര്യങ്ങളൊക്കെ ഇൻഷുറൻസിലൂടെ കുറെ എക്സ്പെൻസ് ഒക്കെ അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത്തരം ഇൻഷുറൻസ് പ്രശ്നങ്ങളിൽ ഉണ്ടാകുന്ന ഇൻഷുറൻസ് പ്രശ്നങ്ങളിലൊക്കെ പരിഹാരം കാണാം, അതിനുവേണ്ട സഹായങ്ങളൊക്കെ കൊടുക്കുക. അതാരാണ് ചെയ്യുന്നത്? ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ ആണ് ചെയ്യുന്നത്. മനസ്സിലായോ? അസിസ്റ്റ് വിത്ത് ഇൻഷുറൻസ് ഇഷ്യൂസ് റിക്വയർഡ് ടു ഗെറ്റ് ദ ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സർവീസ്. അതായത് ഒരു ഔട്ട് പേഷ്യന്റ് ഡയാലിസിസ് സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പ്രശ്നങ്ങളിലൊക്കെ അവരെ സഹായിക്കുക. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ അത്രേ ഉള്ളൂ കേട്ടോ. അതായത് ഒരു ഔട്ട് പേഷ്യന്റ് സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പ്രശ്നങ്ങളിലൊക്കെ വേണ്ട സഹായങ്ങൾ രോഗിക്ക് നൽകുക. അത് ആരുടെ ഉത്തരവാദിത്തമാണ്? ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത പോയിന്റ് ലിങ്ക് be in contact with the multidisciplinary healthcare team in a purposeful, goal-directed fashion. Works eagerly to maximize the effectiveness of resource utilization. എന്താണ് എഴുതി വെച്ചേക്കുന്നത് തോന്നുന്നുണ്ടാവില്ലേ? സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ലിങ്ക് be in contact with the multidisciplinary healthcare team in a purposeful, goal-directed fashion. Works eagerly to maximize the effectiveness of resource utilization. അതായത് നമ്മൾ ഈ പറയുന്ന രോഗിക്ക് ഒരു സമഗ്രമായിട്ടുള്ള പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് ഈ പറയുന്ന മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമുമായിട്ട് സഹകരിക്കുക. എന്താണ് മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം എന്ന് പറഞ്ഞാല് MDT എന്നാണ് പറയുക, മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീം. അതായത് ഇത് പറഞ്ഞാൽ എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽസ് ആണ് കേട്ടോ, ഗ്രൂപ്പ് ഓഫ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് ഫ്രം ഡിഫറെന്റ് ഡിസിപ്ലിൻസ്. അതായത് വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള എന്താണ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള ആളുകളാണ് കേട്ടോ. അവരുടെ ഒരു ടീം എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ടീമായിട്ട് പ്രവർത്തിക്കുന്നത്? ഈ പറയുന്ന രോഗിക്ക് സമഗ്രമായിട്ടുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന എന്താണ് ഒരു വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള കുറെ പ്രൊഫഷണൽസ് ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് കേട്ടോ. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അവരുമായിട്ട് എപ്പോഴും എന്ത് ചെയ്യുക, കോണ്ടാക്ട് ഉണ്ടായിരിക്കുക. നമുക്കറിയാം ഡയാലിസിസ് എന്ന് പറയുന്നത് അതിന് മാത്രം ഒതുങ്ങുന്നതല്ല. ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിന് മറ്റു പല ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം അല്ലെ, അല്ലെങ്കിൽ മറ്റു പല രോഗങ്ങളുള്ളവരും ഡയാലിസിസ് ചെയ്യുന്നവരുണ്ടാവാം. അവർക്ക് നല്ലൊരു പരിചരണം കൊടുക്കണമെങ്കിൽ നമുക്ക് മറ്റു പല ഡിസിപ്ലിൻസിൽ നിന്നുള്ള പ്രൊഫഷണൽസിന്റെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരും. അപ്പൊ അങ്ങനെ പല മേഖലകളിൽ നിന്നുള്ള പ്രൊഫഷണൽസുകൾ ഒരുമിച്ച് കൂട്ടായിട്ട് പ്രവർത്തിക്കുകയാണ് അല്ലെ, കൂട്ടായിട്ട് പ്രവർത്തിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന രോഗിക്ക് ഒരു നല്ല പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അത്തരത്തില് ഈ പറയുന്ന മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമുമായിട്ട് എന്താണ് പർപ്പസ്ഫുള്ളി അല്ലെ, വളരെ ഉദ്ദേശശുദ്ധിയോടെ ഉദ്ദേശാധിഷ്ഠിതമായിട്ട് ഒരു ഗോൾ ഡയറക്റ്റഡ് ആയിട്ട് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? രോഗിക്ക് ഒരു നല്ല പരിചരണം കൊടുക്കുക, അതാണ് അവരുടെ ഗോള് അല്ലെ, അവരുടെ ലക്ഷ്യം അതാണ്. അതിനു വേണ്ടിയിട്ട് അവരുമായിട്ട് എപ്പോഴും എന്ത് ചെയ്യുക, കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുമായിട്ട് എപ്പോഴും ലിങ്ക് ചെയ്ത് പ്രവർത്തിക്കുക, കണക്ട് ചെയ്ത് പ്രവർത്തിക്കുക. പിന്നെന്താണ്, works eagerly to maximize the effectiveness of the resource utilization. അത് മാത്രമല്ല അവർക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അല്ലെ, മാക്സിമം നല്ല രീതിയിൽ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് രോഗിക്ക് ഒരു നല്ല പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ട് വളരെ ഈഗറായിട്ട് തന്നെ അല്ലെ, വളരെ നന്നായിട്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ഇത് ചെയ്യേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്വമാണ്. മനസ്സിലായി? ഈ പറയുന്ന മൾട്ടി ഡിസിപ്ലിനറി ഹെൽത്ത് കെയർ ടീമിനായിട്ട് സഹകരിച്ചുകൊണ്ട് ലഭ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും നല്ല രീതിയിൽ ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ട് രോഗിക്ക് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആര് നന്നായി പ്രവർത്തിക്കേണ്ടതുണ്ട്? ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ പ്രവർത്തിക്കേണ്ടതുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക് പറഞ്ഞത്? ക്ലിയർ ആണല്ലോ? ലിങ്ക് be in contact with the multidisciplinary health care team in a purposeful goal directed fashion. ഒരു ഉദ്ദേശാധിഷ്ഠിതമായിട്ട് ഗോൾ ഡയറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കും. അവരുടെ ഗോൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ആ ഒരു പേഷ്യന്റിന് നല്ലൊരു പരിചരണം കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഗോൾ എന്ന് പറയുന്നത്, അവരുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് എല്ലാ ഡിസിപ്ലിൻസ് പല മേഖലകളിൽ നിന്നുള്ള പ്രൊഫഷണൽസുകൾക്ക് ഒരുമിച്ച് ചേർത്ത് അവരൊരു ടീം വർക്കായിട്ടാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് എല്ലാ വിഭവങ്ങളും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, ഇഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക കേട്ടോ. അത് ചെയ്യേണ്ടത് ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. അടുത്ത പോയിന്റ്, ഹെൽപ്പ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ദ പേഷ്യന്റ് ടു ആൻഡ് ഫ്രം ഡയാലിസിസ് ഫെസിലിറ്റീസ്. അതായത് ഈ പറയുന്ന രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് പോകാനും അവർക്ക് വരാനുമുള്ള ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് സഹായം നൽകുക. ആര്? ഡയാലിസിസ് കോർഡിനേറ്റർ. കാര്യം രോഗികളാണ്, അവർക്ക് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസ് ആണ്, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒത്തിരിയേറെ പേഷ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഡയാലിസിസ് ചെയ്യാൻ വരുന്നതിനും ഡയാലിസിസ് കഴിഞ്ഞ് അവർക്ക് തിരിച്ചു പോകുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഒക്കെ ഒരുക്കി കൊടുക്കുക. അതൊരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായല്ലോ? പിന്നെന്താണ്? മോണിറ്റേഴ്സ് റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ഇൻഫർമേഷൻ. രോഗിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ റെക്കോർഡ്സുകളും കാര്യങ്ങളും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, കൃത്യമായിട്ട് വിലയിരുത്തുക. അതുപോലെ തന്നെ എല്ലാ ഇൻഫർമേഷൻസും പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്യുക അല്ലെ. വിവരങ്ങൾ ചെയ്തിട്ട് ഓരോ കാര്യങ്ങളും അല്ലെ, രോഗിക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്, അതിലുണ്ടാവുന്ന മാറ്റങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളും ഓരോ അടിക്കടി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ആയിട്ടും കൃത്യമായിട്ടും എന്ത് ചെയ്തിരിക്കണം? അപ്ഡേറ്റ് ചെയ്തിരിക്കണം അല്ലെ. അപ്ഡേറ്റ് ചെയ്യാതെ ഇരിക്കരുത്. ഇവിടെ പറയുന്നത് മോണിറ്റേഴ്സ് റെക്കോർഡ്സ് ആൻഡ് അപ്ഡേറ്റ്സ് ഇൻഫർമേഷൻ. രോഗിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് വിലയിരുത്തുക, റെക്കോർഡ് ചെയ്യുക, അത് അപ്ഡേറ്റ് ചെയ്യുക. അത് ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. നെക്സ്റ്റ് വരുന്നത് ഈ രണ്ട് പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നിർത്താം. നമുക്ക് ഒന്ന് കേൾക്കാം, ഒന്ന് വെയിറ്റ് ചെയ്യാം. പ്രിപ്പയേഴ്സ്, ഫയൽസ്, റിട്രീവ്സ് and keeps the records and documents from department file system. File system എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഫയൽ ആണ് കേട്ടോ.
ഫയൽ സിസ്റ്റംസ്. അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം, ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടെ രോഗികളുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സും കാര്യങ്ങളെല്ലാം ഫയൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കും അല്ലെ. അതിനെയാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഫയൽ ചെയ്ത് സൂക്ഷിച്ചിരിക്കും. ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റത്തിൽ നിന്നും രോഗിയുടെ ഫയലുകൾ, അതായത് ഒരു ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യന്റിന്റെ ഫയലുകളാണെങ്കിൽ അത് കൃത്യമായിട്ട് റിട്രീവ് ചെയ്യാം. റിട്രീവ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? വീണ്ടെടുക്കുക, അത് കീപ്പ് ചെയ്യുക, ഫയലാക്കി കീപ്പ് ചെയ്യുക. ഇനി ഒരു പുതിയൊരു പേഷ്യന്റ് ആണ് വരുന്നതെങ്കിൽ അവരുടെ പുതിയ ഫയലുകളൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇതെല്ലാം തന്നെ ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. പ്രിപ്പയേഴ്സ് ഫയൽസ്, retrieves and keeps records and documents from the departmental file systems. അതായത് രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റൽ ഫയൽ സിസ്റ്റത്തിൽ നിന്നും ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഫയലുകളും കാര്യങ്ങളും കൃത്യമായി വീണ്ടെടുത്ത് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ഈ പുതിയൊരു രോഗിയാണ് വരുന്നതെങ്കിൽ അവരുടെ പുതിയൊരു ഫയൽ പ്രിപ്പയർ ചെയ്യുകയും ചെയ്യേണ്ടത് ഒരു ഡയാലിസിസ് കോർഡിനേറ്ററുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ലാസ്റ്റ് വരുന്നത് അറ്റൻഡ്സ് ഡെയിലി റൗണ്ട്സ് ഓഫ് മീറ്റിംഗ്സ്. റിട്രീവ്സ് എന്ന് വെച്ചാൽ വീണ്ടെടുക്കുക കേട്ടോ, വീണ്ടെടുക്കുക. രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ ഉണ്ടാവും ആ ഡിപ്പാർട്ട്മെന്റിൽ, അത് റിട്രീവ് ചെയ്യുക എന്ന് വെച്ചാൽ അത് വീണ്ടെടുക്കുക കേട്ടോ. അതെടുത്ത് അത് കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്തൊക്കെ സൂക്ഷിക്കുക. ലാസ്റ്റ് വരുന്നത് അറ്റൻഡ്സ് ഡെയിലി റൗണ്ട്സ് ഓഫ് മീറ്റിംഗ്സ് to discuss schedule, patient requirements and continue improvement efforts and reminders. അതായത് ഈ രോഗിയുടെ ഷെഡ്യൂൾ, അപ്പൊ നമുക്കറിയാം അല്ലെ, രോഗിയുടെ മറ്റേ ഡയാലിസിസ് ആകുമ്പോൾ ആഴ്ചയിൽ 3 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. അവരുടെ ട്രീറ്റ്മെന്റിന്റെ ഒരു കൃത്യമായ ഒരു ഷെഡ്യൂള് ഡോക്ടർ അവർക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ പറയുന്ന ഷെഡ്യൂളുകൾ ചർച്ച ചെയ്യുന്നതിനും അതുപോലെ രോഗികളുടെ ആവശ്യങ്ങൾ, പിന്നെ രോഗിക്ക് ട്രീറ്റ്മെന്റിൽ എന്തെല്ലാം ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവരണം, അതിന് എന്തെല്ലാം എഫർട്സുകൾ എടുക്കണം, പിന്നെ രോഗിയെ റിമൈൻഡ് ചെയ്യിക്കേണ്ടത്, റിമൈൻഡേഴ്സ് എന്ന് വെച്ചാൽ ഓർമ്മപ്പെടുത്തേണ്ടതായ ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും എന്ത് ചെയ്യണം? മീറ്റിംഗ്സ്, അല്ലെങ്കിൽ ഈ പറയുന്ന രോഗികളുമായിട്ട് രോഗികൾക്കിടയിൽ റൗണ്ട്സ് നടത്താം, അവരായിട്ട് മീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള മീറ്റിംഗ്സ് റൗണ്ട്സ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, അത് ഒരു ഡയാലിസിസ് കോർഡിനേറ്ററിന്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായല്ലോ? രോഗികൾക്കിടയിൽ റൗണ്ട്സും മീറ്റിംഗ്സും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന ഈ രോഗികളുടെ എന്താ പറയാ ഷെഡ്യൂൾസ് ഡിസ്കസ് ചെയ്യുന്നതിനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ ട്രീറ്റ്മെന്റിൽ ഇംപ്രൂവ് ചെയ്യുന്നതിനും അവർക്ക് ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഒരു ഡയാലിസിസ് കോർഡിനേറ്റർ അവരുടെ മീറ്റിംഗ്സ് റൗണ്ട്സ് ഒക്കെ അറ്റൻഡ് ചെയ്യണമെന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇതോട് കൂടിയിട്ട് നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ് കേട്ടോ. ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. കുറച്ച് ടൈം ഞാൻ കൂടുതൽ എടുത്തു കേട്ടോ, 2 minutes ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്. ഡൗട്ട്സ് ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിനകത്ത്? ഡൗട്ട്സ് ഉണ്ടോ? വായിച്ചു നോക്കണോ കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ക്ലിയർ ഓക്കെ സിയ, കുഴപ്പമില്ല കേട്ടോ, കുഴപ്പമില്ല സിയ. റെക്കോർഡഡ് ക്ലാസ് കാണണം കേട്ടോ, റെക്കോർഡഡ് ക്ലാസ് കാണാം, കേൾക്കുക കേട്ടോ. ഇനി ഞാൻ മൺഡേ വരുമ്പോ പുതിയൊരു ചാപ്റ്റർ ആയിരിക്കും, ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ. ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരിക്കും തുടങ്ങുക കേട്ടോ. അപ്പൊ ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് ചെയ്യാം. താങ്ക് യു.